Hello my dear students, welcome back to our English class. Exam Point in the English classലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെയുള്ള തീർത്ത ചാപ്റ്ററിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ 10 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജാക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറപ്പാണല്ലേ? സ്കോളർഷിപ്പ് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിലും ജാക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അക്കാര്യം മിസ്സിന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഓക്കെ, അതൊരു ജാക്കറ്റാണ്, നമ്മൾ ഓവർകോട്ട് പോലെ യൂസ് ചെയ്യുന്ന ഒരു ജാക്കറ്റാണ്. പക്ഷേ ഇത് സ്കോളർഷിപ്പ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നല്ല വിദ്യാഭ്യാസ നിലവാരം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക്, നല്ല പഠന മികവ് കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ജാക്കറ്റാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം വരെയെങ്കിലും. കാരണം എന്താണ്? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഈ ജാക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി ഫുള്ള് പോകുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നമ്മുടെ ഈ കഥയുടെ പേര് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് നമുക്ക് പഠിക്കാൻ റെഡി അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ആസ് യൂഷ്വൽ വി ഹാവ് ടു റീഡ് അബൌട്ട് അവർ റൈറ്റർ മാർത്ത സാലിൻസ്. ദിസ് ഈസ് എ ലേഡി റൈറ്റർ. മാർത്ത സാലിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റൈറ്ററിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ബോൺ ഓൺ 1949, 1949 നമ്മുടെ റൈറ്റർ ജനിച്ചത്. മാർത്ത ഈസ് എ നേറ്റീവ് ഓഫ് കൊലിഗ്ന, കാലിഫോർണിയ. കാലിഫോർണിയയിലെ കൊലിഗ്ന എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് അവർ ജനിച്ചിരിക്കുന്നത്. ഷീ ഗ്രാജുവേറ്റഡ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അറ്റ് ഇർവിൻ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കാലിഫോർണിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന വിഷയത്തിലാണ് അവർ ഗ്രാജുവേറ്റ് ആയിരിക്കുന്നത്, ബിരുദം ഡിഗ്രി അവർ ചെയ്തിരിക്കുന്നത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് വൺ ഓഫ് ദ സെവറൽ ഷോർട്ട് സ്റ്റോറീസ് സാലിൻസ് ഹാസ് പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ് ആൻഡ് കളക്ഷൻസ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതായത് ജേർണൽസിലും കളക്ഷൻസിലും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റനേകം ഷോർട്ട് സ്റ്റോറികളുടെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പേര് നിങ്ങൾ മറക്കണ്ട, മാർത്ത സാലിൻസ്. ഓക്കെ, ഈ പേരിന് നമ്മുടെ സ്റ്റോറിയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് സ്റ്റോറി പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ മിസ്സിനെ കൂടെ ചാപ്റ്റർ പഠിക്കാനായിട്ട്? ഓക്കെ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. An award is a mark of recognition given in honor of one's excellence in a certain field. ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ഇന്ന ആൾക്ക് ഇന്ന അവാർഡ് കിട്ടി, അല്ലേ? നമ്മൾ ടി വിയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ആ വ്യക്തിയുടെ കഴിവ് തെളിയിക്കുന്നതിന് കൊടുക്കുന്ന ഒരു സമ്മാനം. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു അവാർഡിനെ കാണാം. ഓക്കെ, അപ്പോൾ ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് അദ്ദേഹത്തിനെ ഒന്ന് ബഹുമാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഡു യു ഡ്രീം ഓഫ് ഗെറ്റിംഗ് സച്ച് അവാർഡ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അവാർഡ് വാങ്ങിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് യുവർ ഡ്രീം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതെന്താണ്? ഇപ്പം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അല്ലേ? ചിലർക്കൊക്കെ ഒരു സ്വപ്നം ഉണ്ടാകാം, എന്താണ്? എനിക്ക് ഫുള്ള് A+ വാങ്ങിക്കണം, അല്ലേ? അപ്പോൾ അതൊരു സ്വപ്നമാണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് വർക്ക് ഹാർഡ്. നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ? ഉണ്ട് എങ്കിൽ എന്താണ് ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങളുടെ മുൻപിലുള്ളത്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Here, in this story, the narrator speaks about the obstacles she had to encounter to make her dream come true. ഇവിടെ ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്, നറേറ്റർ സ്പീക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റോറി പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്
ഒരു പെൺകുട്ടി, ഷീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പെണ്ണാണ്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് അവൾ നേരിട്ടത്, എങ്ങനെ ആ സ്വപ്നത്തിലേക്ക് അവൾ എത്തിച്ചേർന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ് ആദ്യം പറഞ്ഞ എന്തായിരുന്നു, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ കഥയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കഥയിലെ പെൺകുട്ടി ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് അതൊരു അവാർഡ് പോലെയാണ്, ഒരു ഓണറിങ് ആണ്, അവളുടെ മികവിനെ തെളിയിച്ച് കാണിക്കുന്നതാണ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി ഈ പെൺകുട്ടി നടത്തിയ വലിയ ഒരു കഠിനാധ്വാനം, എങ്ങനെ അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുത്തു, അതാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്ററിന് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പേര് വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി വായിച്ചു തുടങ്ങാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, ദ സ്മോൾ ടെക്സസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്സസിലെ ഒരു ചെറിയ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഐ വെന്റ് ടു, ഞാൻ അവിടെയാണ് പോയിരുന്നത്, പഠിച്ചിരുന്നത്. ഇറ്റ് ഹാഡ് എ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്കൂളിന് അതിൻ്റേതായ ഒരു പതിവുണ്ടായിരുന്നു. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളുകളായി പിന്തുടർന്ന് തുടരുന്ന കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളിലൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഒരു പതിവുണ്ടായിരുന്നു. എന്താണ്, എവറി ഇയർ ഡ്യൂറിങ് ദ 8th grade graduation a beautiful gold and green jacket was awarded to the class valedictorian. അപ്പോൾ എന്താണ് സംഭവം, ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു നല്ല ജാക്കറ്റ്. ആ ജാക്കറ്റ് 8 വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു പതിവ് ആ സ്കൂളിലുണ്ടായിരുന്നു. ഇതാണ് ടെക്സസിലെ സ്കൂളിലെ ആ പതിവ്. അപ്പോൾ ആ ജാക്കറ്റിൻ്റെ കളർ എന്താണ്, ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ്. ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ്, ഗോൾഡും സ്വർണ്ണ നിറവും അതുപോലെ തന്നെ ഗ്രീൻ പച്ച നിറവും കൂടി ചേർന്ന ജാക്കറ്റായിരുന്നു അവൾക്ക് കിട്ടാനിരുന്നത്, അല്ലെങ്കിൽ അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാര്യം. വാലിഡിക്ടറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്കൂൾ അവസാനിച്ച്, അതായത് ഇപ്പം നമ്മൾ 10 വരെ തീർന്നു, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് സോഷ്യൽ നടത്തുക എന്നൊക്കെ പറയും, ഫെയർവെൽ എന്നൊക്കെ പറയും അല്ലേ. അത് തന്നെയാണ് ഈ വാലിഡിക്ടറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫോർമൽ ഫംഗ്ഷനാണ്, ഔദ്യോഗികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻ, അതാണ് വാലിഡിക്ടറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാലിഡിക്ടറി ഫംഗ്ഷനിൽ ചെയ്യുന്നത് എന്താണ്, 8 വർഷം, അതായത് എട്ടാം ക്ലാസ്സിൽ എന്ന് മാത്രമല്ല, ചെറിയ ക്ലാസ് മുതൽ ആ സ്കൂളിലെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ, 8ാം ക്ലാസ് വരെ 8 വർഷവും ഒരേ നിലവാരത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക്, അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ. 8 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ജാക്കറ്റ് ആയിരുന്നു ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇനി ആ ജാക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ദ ജാക്കറ്റ് ഹാഡ് ബിഗ് ഗോൾഡ് എസ് ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്. ഇടതുവശത്ത്, മിസ്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇടതുവശത്ത് മുകളിലായിട്ട് എസ് എന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കും. എങ്ങനെ, ഗോൾഡൻ കളറിൽ. അപ്പോൾ സ്വർണ്ണ നിറത്തിൽ എസ് എന്ന് എഴുതും. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്കോളർഷിപ്പിൻ്റെ എസ് ആയിരിക്കും അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഗോൾഡൻ കളർ സ്വർണ്ണ നിറ നൂലുകൊണ്ട് അവിടെ എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ പോക്കറ്റ് ഉണ്ടാവും, അവിടെ സ്വർണ്ണ നിറത്തിൽ ആർക്കാണോ ഈ ജാക്കറ്റ് കിട്ടുന്നത് അവരുടെ പേരും കൂടി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ജാക്കറ്റിൻ്റെ പ്രത്യേകത. ഈ ജാക്കറ്റ് ആർക്ക് കിട്ടും, 8 വർഷം തുടർച്ചയായി നല്ല പഠന നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിക്ക്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സ്റ്റുഡൻറ്റ് ഹൂ ഹാഡ് മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. 8 വർഷം തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റാണ് നമ്മുടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം. My old sister Rosie had won the jacket a few years back. അപ്പോൾ എന്താണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
എൻ്റെ മൂത്ത സഹോദരി, ഓൾഡ് സിസ്റ്റർ റോസി എന്നാണ് നമ്മുടെ നരേറ്ററുടെ സിസ്റ്ററുടെ പേര്. അപ്പം സിസ്റ്റർ ഈ ജാക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവളുടെ ചേച്ചി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ നിന്ന് പോയപ്പോൾ റോസിക്ക് ഈ ജാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഞാനും ഈ ജാക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജാക്കറ്റ് എനിക്കും കിട്ടും എന്ന ഒരു പ്രതീക്ഷ അവിടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന ഒരു ചേച്ചിയുടെ അനിയത്തിയാണ് അല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇവൾക്കും കിട്ടാൻ സാധ്യതയുണ്ട്, ഈ വർഷം ഇനി ഇത് ഇവൾക്കായിരിക്കും എന്ന ഒരു ചിന്താഗതി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഐ വാസ് 14 ആൻഡ് ഇൻ ദ 8th grade. എനിക്ക് 14 വയസ്സുണ്ട്, ഞാൻ 8th ഗ്രേഡിലാണ്. 8th ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 8th ക്ലാസ്, 8th സ്റ്റാൻഡേർഡ് എന്ന മീനിങ് തന്നെയാണ്, 8ാം ക്ലാസ്സിൽ ആണ്. അപ്പോൾ എനിക്ക് 14 വയസ്സായി, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആൻഡ് പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, I had been a straight A student since the 1st grade and this last year had looked forward very much to owning that jacket. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം 14 വയസ്സുണ്ട്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷേ ഐ എം എ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർഷങ്ങളായിട്ട് ഞാൻ വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയാണ്. നന്നായിട്ട് ചെറിയ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഈ കഴിഞ്ഞ വർഷം വരെയും ഇപ്പോൾ വരെയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതായത് വളരെ നല്ല ഗ്രേഡുകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ജാക്കറ്റ് എനിക്ക് കിട്ടാം എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ ഹു കുഡൻറ്റ് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. എൻ്റെ അച്ഛൻ, മൈ ഫാദർ, അദ്ദേഹം ഒരു ഫാമറാണ്, ഫാം ലേബററാണ്, കൃഷിക്കാരനാണ്, കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് 8 മക്കളെ നോക്കാനുള്ള, അവർ 8 മക്കളുണ്ട്. അപ്പം നമ്മുടെ നരേറ്റർക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവർ 8 ചിൽഡ്രൻ തന്നെ ഉണ്ട്, പിന്നെ ഫാദർ മദർ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, 8 മക്കളെയും കൂടി നോക്കാൻ പറ്റുന്ന ഒരാളല്ല, 8 മക്കളുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നോക്കാനായിട്ട് സാധിക്കില്ല. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് when I was 6, എനിക്ക് 6 വയസ്സായപ്പോൾ ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പേരൻസ് ടു റേസ്. എന്നെ നന്നായി വളർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 8 മക്കളെ ഒരുമിച്ച് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരു കൃഷിക്കാരനായ ഒരാൾക്ക് 8 മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 6 വയസ്സായപ്പോൾ നമ്മുടെ നറേറ്ററിനെ എങ്ങോട്ടേ പറഞ്ഞു വിട്ടു. നറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, മാർത്ത സാലിൻസ് തന്നെയാണ് കേട്ടോ, മാർത്തേനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പം ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് അവൾ ഇപ്പോൾ ഉള്ളത്, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് വളരുന്നതും, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഗ്രാൻഡ് പേരൻസ് ആണ്. ക്ലിയർ അല്ലേ ഇതുവരെ സ്റ്റോറി? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പേജ് തൊട്ടാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. പേജ് നമ്പർ 114, 3rd paragraph. We couldn't participate in sports at school. ഞങ്ങൾ ഒരിക്കൽ പോലും സ്കൂളിലെ സ്പോർട്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ബിക്കോസ് ദെയർ വെർ രജിസ്ട്രേഷൻ ഫീസ്. കാരണം എന്താണ്, അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു. യൂണിഫോം കോസ്റ്റ്, അതിനുവേണ്ടി പ്രത്യേകം യൂണിഫോം ഉണ്ടായിരുന്നു. ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, അതുപോലെ തന്നെ ചില സമയം ടൗണിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ചില ട്രിപ്പുകളൊക്കെ പോവേണ്ടതായിട്ട് വരും. സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് അജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം കൂടി നമ്മുടെ ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ആൻഡ് അത്ലറ്റിക് ദെയർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ us. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്സിൻ്റെ ഭാഗമായിട്ട്, ഓടാനും ചാടാനും ഒക്കെ കൂടിയിട്ട് സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂൾ ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഏതാണ് ഇത്? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഇത് മാത്രമാണ് ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധ്യത ഈ സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പറയുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് നറേറ്റർ ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മുടെ 4th പാരഗ്രാഫ് ഇനി നമുക്ക് വായിക്കാം.
ഇൻ മെയ് മാസത്തിൽ ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്കൂള് അടയ്ക്കുന്ന സമയം ആകാറായി. സ്പ്രിംഗ് ഫേവർ ഹാർട്ട് സ്റ്റക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്. പതിവിൽ നേരത്തെ ആയിട്ട് സ്പ്രിംഗ് സീസൺ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വസന്തകാലം. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ആ മൺസൂൺ, വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം ഓരോ സീസൺസ് ആണ് അല്ലേ. അപ്പോൾ സ്പ്രിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ സ്പ്രിംഗ് സീസൺ നേരത്തെ എത്തുകയും ചെയ്തു, പതിവിലും നേരത്തെ ആയിട്ടെത്തി. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ആരും ക്ലാസ്സിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇൻസ്റ്റെഡ് വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ആൻഡ് അറ്റ് ഈച്ച് അതർ. അതിന് പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് അവിടെ മാർത്ത പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വെറുതെ വിൻഡോയിൽ കൂടെ, ജനലിൽ കൂടി വെളിയിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അറ്റ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇരിക്കുകയും ചെയ്യുകയാണ് ക്ലാസ്സിൽ. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ദ സ്കൂൾ. അപ്പോൾ സ്കൂൾ അടയ്ക്കാറാകുന്ന സമയമൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്കൂൾ അടയ്ക്കാറാകുന്ന സമയത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലെ കുറച്ച് ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ടു സ്പീഡ് അപ്പ്, പെട്ടെന്ന് തീർന്നു പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? വെറുതെ ആലസ്യമായിട്ടിരുന്ന് സമയം തീർത്ത് കളയുകയാണ്. നമ്മളും അങ്ങനെയൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില സമയങ്ങളിൽ എങ്ങനെയും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പം ജനലിൽ കൂടെ, വിൻഡോയിലൂടെ വെളിയിലേക്കൊക്കെ നോക്കിയിരിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മുടെ വാർത്തയും ഇത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഐ ഡെസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ, വിഷമം, ദുഃഖം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ഡെസ്പെയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. അപ്പോൾ ഓരോ തവണയും ഞാൻ കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട്. പെൻസിൽ തിൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വളരെ പെൻസിൽ പോലെ മെലിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. നോട്ട് എ കർവ് എനിവെയർ. എൻ്റെ ശരീരത്തിന്, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെതായ ആകാരപടിവുകൾ ഒന്നും തന്നെ ഇല്ല. ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. എന്നെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? അച്ചിങ്ങ തണ്ടെന്നും പയറെന്നും ഒക്കെയാണ് എന്നെ വിളിച്ചിരുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങനെ തന്നെയാണ്, എന്നെ കണ്ടാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് എനിക്കും അറിയാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് റിയലി വാസ് ഇറ്റ് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. ഐ തോട്ട് ആസ് ഐ ആബ്സെൻറ്റ് മൈൻഡഡ്ലി wandered ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദി ജിം. ഇപ്പോൾ 14 വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത്ര മാത്രം മതി അവൾക്ക് ആലോചിച്ചു കൂട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും അവൾ ജിമ്മിലേക്ക് നടന്നു പോയി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും ജിമ്മിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു നമുക്ക് നോക്കാം. അനദർ അവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. അപ്പം എന്താണ് പറയുന്നത്? ഇനി 1 മണിക്കൂർ ബാസ്കറ്റ് ബോൾ കളിച്ച് നന്നായി വിയർക്കണം എന്ന് വിചാരിച്ചിട്ട് ടൂത്ത് പിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കുത്തുന്ന ചെറിയ കുഞ്ഞു ഈർക്കിൽ പോലത്തെ ചെറിയ കമ്പുകളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള അത്രത്തോളം മെലിഞ്ഞ കാലുകൾ ഉപയോഗിച്ച് അവൾ ഇത് ഓർത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. അപ്പോൾ അതിങ്ങനെ ഓർത്തുകൊണ്ട് ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവൾ പെട്ടെന്നൊരു കാര്യം ഓർത്തത്. PEയുടെ ഷോർട്സ്, അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ഷോർട്സ് അവളിപ്പോഴും അവളിരിക്കുന്ന സ്ഥലത്തെ ഡെസ്കിൻ്റെ താഴെ ഒരു ബാഗിലിട്ട് വെച്ചിരിക്കുകയാണ്. അതവൾ എടുക്കാനായിട്ട് മറന്നുപോയി. അത് മറന്നുപോയത് കൊണ്ട് അവൾക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക്. ഇനി ഞാൻ വന്ന വഴി മുഴുവനായിട്ട് തിരിച്ചു നടന്ന് പുറകിലേക്ക് പോകണം. ആൻഡ് ഗെറ്റ് ദം. തീർച്ചയായിട്ടും അത് പോയി എനിക്ക് എടുത്തുകൊണ്ട് വരികയും വേണം. കാരണം എന്താണ്? കോച്ച് തോംസൺ. അപ്പോൾ അവളുടെ കോച്ചിൻ്റെ പേരെന്താണ്? തോംസൺ. അപ്പോൾ കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേര് ഭയങ്കര കരടിയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കരടിയെ പോലെയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല സാറിനെ കണ്ടാൽ കരടിയെ പോലെ ഇരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അദ്ദേഹം പിയുടെ ഷോർട്സ് ധരിക്കാൻ നിർബന്ധിക്കും, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. If someone wasn't dressed for PE, she had said I was a good forwarder and even tried to talk grandma into letting me join the team once. അപ്പോൾ എന്താണ്? ആരെങ്കിലും ഷോർട്സ് ഇട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹം അത് നിർബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ
ഈ തോംസൺ കോച്ച് പറയാറുണ്ട്, ഞാൻ നല്ലൊരു ഫോർവേഡറാണ്, ഫുട്ബോൾ കളിയിലെ നല്ലൊരു ഫോർവേഡറാണ് ഞാനെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ടീമിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ്മയോട് ചോദിച്ചു, ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. എന്നെ ഒരിക്കൽ ടീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ്മയോട് അനുവാദം ചോദിച്ചു. എന്ത് പറഞ്ഞു കാണും? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഗ്രാൻഡ്മ സെഡ് നോ. നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു എങ്കിൽ പോലും ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എന്തായിരിക്കും ഗ്രാൻഡ്മയുടെ മറുപടി എന്ന് പറയുന്നത്? ഗ്രാൻഡ്മ പറഞ്ഞു, നോ, എനിക്ക് പറ്റില്ല, അവളെ വിടില്ല, ചേർക്കില്ല എന്ന് തന്നെയാണ് ഗ്രാൻഡ്മ തിരിച്ചു പറഞ്ഞ മറുപടി. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ. ഞാൻ ഏകദേശം എൻ്റെ ക്ലാസ് റൂം ഡോറിൻ്റെ അടുത്ത് വരെ എത്താറായിരിക്കുകയായിരുന്നു. when I heard voices raised in anger. അപ്പോൾ ഞാൻ ഉച്ചത്തിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. as if in some sort of argument. അപ്പോൾ എന്തോ കാര്യം പറഞ്ഞ് തർക്കിക്കുകയാണ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കിക്കുന്നതിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് പറയുന്നത്. അപ്പം രണ്ടുപേര് തമ്മിൽ എന്തോ കാര്യത്തെ ചൊല്ലി തർക്കിക്കുകയാണ്. അവർ നല്ല ദേഷ്യത്തിലുമാണ്. വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദേഷ്യം കൊണ്ട് അവരുടെ ശബ്ദം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട്. ഐ സ്റ്റോപ്ഡ്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നു. ഐ ഡിഡ്ന്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്നത്, ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു നിന്ന് ഒളിഞ്ഞു നോക്കി കേൾക്കുന്നതിനെയാണ് നമ്മൾ ആ വാക്ക് അർത്ഥമാക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു മാർത്തയോടെ നിന്നത്? ഐ ഡോണ്ട് മീൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് എന്നാണ്. പക്ഷെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. പെട്ടെന്നൊന്ന് സ്റ്റക്കായിപ്പോയി. ഇനി അത് വലിയ വോയിസ് കേൾക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകണോ അതോ തിരിച്ചു പോകണോ? തിരിച്ചു പോയാൽ എന്താണ്? ഷോർട്ട്സ് എടുക്കാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ജസ്റ്റ് ഒന്ന് നിന്നു. നോട്ട് നോയിങ് വാട്ട് ടു ഡു. അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് പെട്ടെന്നൊരു സെക്കൻഡ് അവൾ അവിടെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്തു. ഐ നീഡഡ് ദോസ് ഷോർട്ട്സ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഷോർട്ട്സ് കിട്ടിയേ പറ്റുള്ളൂ. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം താമസിക്കുകയും ചെയ്യും. ബട്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. പക്ഷേ എൻ്റെ രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള ഈ ആർഗ്യുമെൻ്റ്, ഈ തർക്കം, അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആരാണ് അവിടെ നല്ല ശബ്ദത്തിൽ ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവളുടെ മാർത്തയുടെ തന്നെ രണ്ട് ടീച്ചേഴ്സാണ്. മാർത്തയുടെ രണ്ട് ടീച്ചേഴ്സ് എന്തോ കാര്യത്തെ ചൊല്ലി തർക്കിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ പോലും അവരുടെ ആ തർക്കത്തിനിടയിലേക്ക് കടന്ന് ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് മാറത്തിക്കില്ല. പക്ഷേ അവൾക്ക് എങ്ങനെയെങ്കിലും ആ ഷോർട്ട്സ് കൂടി കിട്ടിയേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ടീച്ചേഴ്സ് എന്തിനെ ചൊല്ലിയാണ് ആർഗ്യുമെൻ്റ് നടത്തുന്നതെന്ന്. ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്. ആ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണല്ലേ, നമുക്ക് ചില ശബ്ദങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ അറിയുന്ന ആളുകളുടെ ആണെങ്കിൽ ആ ശബ്ദം നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. മിസ്റ്റർ ഷ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബോൺ, മൈ മാത്സ് ടീച്ചർ. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഷ്മിത്തും എൻ്റെ മാത്സ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ബൂണുമാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ രണ്ടാളുകളെയും ആ മാർത്ത തിരിച്ചറിഞ്ഞു. ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് അബൌട്ട് മീ. അവർ തർക്കിക്കുന്നത് കേട്ടിട്ട് എന്നെക്കുറിച്ചാണ് അവർ തർക്കിക്കുന്നത്. അപ്പോൾ എന്താണ്? അവർ മാർത്തയുടെ എന്തോ കാര്യം പറഞ്ഞാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ എന്തോ വലിയ സീരിയസ് കാര്യമാണ് ടീച്ചേഴ്സ് തമ്മിൽ പറയുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് ഐ റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗൈൻസ്റ്റ് ദ വോൾ ആസ് ഇഫ് ഐ വർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദി ഗ്രാഫിറ്റി റിട്ടൺ ദെയർ. അപ്പോൾ അവിടെ കേട്ട തർക്ക വിഷയം അല്ലെങ്കിൽ അവർ ആർഗ്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് കേട്ടത് അവൾക്കൊരു ശകലം പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് വാസ് എ ഷോക്ക്. വലിയൊരു ഷോക്കായിരുന്നു. അവൾക്കത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നതേ ആയിരുന്നില്ല. അതിൻ്റെ ഫ്ലാറ്റ് എഗൈൻസ്റ്റ് ദ വോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ അവിടുത്തെ ഭിത്തിയോട്, മതിലിനോട് ചേർന്ന്, ക്ലാസ് റൂമിൻ്റെ ഭിത്തിയോട് ചേർന്ന് ചാരി നിന്നു. കാരണം എന്താണ്? താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റുകളായിരുന്നു അവൾ അവിടെ നിന്നും കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ആ ഭിത്തിയിൽ എഴുതുന്ന ഒരു ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ വരയ്ക്കാറുണ്ട് അല്ലേ, സ്പ്രേ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ഗ്രാഫിറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഭിത്തിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫിറ്റി പോലെ ഞാൻ അവിടേക്ക് പറ്റിച്ചേർന്ന്
ഒട്ടി നിന്നുപോയി എന്നാണ് മാർത്ത ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പം മാർത്തയ്ക്ക് ഇനി എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയണം. അറിയണ്ടേ? ഓക്കെ, അപ്പം മാർത്തയ്ക്ക് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് മാർത്ത ഇത്ര വിഷമിച്ചതെന്ന് നമുക്കറിയാം അല്ലേ? ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. എനിക്ക് അത് ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ആര് പറയുന്നതാണ്? ആരോ പറയുന്ന ഡയലോഗാണ് കേട്ടോ, നമുക്ക് നോക്കാം. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. അവളുടെ അച്ഛൻ ആരാണ് എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. ഹെർ ഗ്രേഡ്സ് വോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ വിത്ത് മാർത്താസ്. അവളുടെ ഗ്രേഡുകൾ, അതായത് അവളുടെ പഠിത്തത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് മാർത്തയുടെ ഗ്രേഡുകളുമായിട്ട് ഒരിക്കൽ പോലും അതിൻ്റെ അടുത്ത് പോലും വരികയില്ല. അപ്പം മറ്റേതോ ഒരു പെൺകുട്ടിയെ മാർത്തയുമായി ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐ വോണ്ട് ലൈ ഓർ ഫോൾസിഫൈ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു നുണ പറയാനുമില്ല, ഒരു റെക്കോർഡുകളും തിരുത്താനുമില്ല. ഫോൾസിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജമായിട്ടുള്ള രേഖകളൊന്നും ഉണ്ടാക്കാനും ഞാൻ തയ്യാറല്ല. മാർത്ത ഹാസ് എ സ്ട്രേറ്റ് A+ ആവറേജ്. മാർത്ത എന്ന് പറയുന്നത് നല്ല A+ ആവറേജ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആൻഡ് യു നോ ഇറ്റ്. അത് നിങ്ങൾക്കും അറിയുകയും ചെയ്യാം. ദാറ്റ് വാസ് മിസ്റ്റർ ഷ്മിത്ത്. ആരാണ് ഇത്രയും പറഞ്ഞ് ബഹളം വെച്ചത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർത്തയെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. മറ്റേതോ ഒരു പെൺകുട്ടിയെ അവൾ മാർത്തയുടെ ഡയലോഗത്ത് പോലും വരികയില്ലെന്നും മാർത്തയാണ് ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ്, A+ സ്കോറർ എന്നുമാണ് ഇവിടെ പറയുന്നത്. അത് പറയുന്നത് ആരാണ്? മിസ്റ്റർ ഷ്മിത്ത്. മിസ്റ്റർ ഷ്മിത്ത് ആണ് പറയുന്നത്. അവളുടെ ഹിസ്റ്ററി ടീച്ചറാണ് അത് പറയുന്നത്. ആൻഡ് ഹീ സൗണ്ടഡ് വെരി ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും പറഞ്ഞ് സാർ നല്ല ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. നന്നായിട്ട് സാറിന് ദേഷ്യം വരുന്നുണ്ട്. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റർ ബൂൺ നമ്മുടെ മാത്സ് ടീച്ചറാണ് അപ്പോൾ ഓപ്പോസിറ്റ് പറയുന്നത്. അപ്പോൾ മറ്റാർക്കോ വേണ്ടി മാത്സ് ടീച്ചർ സപ്പോർട്ട് ചെയ്യുകയാണ്, ഹിസ്റ്ററി ടീച്ചർ മാർത്തയ്ക്ക് വേണ്ടി. പക്ഷേ എന്താണ്? മിസ്റ്റർ ബൂൺ അദ്ദേഹത്തിൻ്റെ വോയിസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ മാർത്തയ്ക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ മിസ്റ്റർ ഷ്മിത്ത് വളരെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ലുക്ക്, ജോന്നാസ് ഫാദർ ഇസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. നോക്കൂ, ജോവാന. അപ്പം ജോവാന ആണ് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഗേള്. മാർത്തയ്ക്ക് പകരം മറ്റാരെയോ ആണ് അവരവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ചില അധ്യാപകർ റിസൾട്ട് മാറ്റി നോക്കാൻ പോവുകയാണ്. അപ്പം ജോവാന ആണ് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന പെൺകുട്ടി. അപ്പം ജോവാനയുടെ ഫാദർ അദ്ദേഹം ബോർഡിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ ബോർഡുകളൊക്കെ ഉണ്ട് അല്ലേ, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡ്. അപ്പം ജോവാനയുടെ ഫാദർ സ്കൂൾ ബോർഡിലുണ്ട്. അത് തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ കടയാണ് അല്ലെങ്കിൽ ഷോപ്പാണ് ടൗണിലെ ഒരേ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. സോ മേ ബി ഹീ ഈസ് എ വെരി റിച്ച് മാൻ. അദ്ദേഹം വളരെ സമ്പന്നനായ ഒരാളാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. അപ്പം അദ്ദേഹം എന്തോ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഭയങ്കര ക്ലോസ് ടൈ ആയിരുന്നു, രണ്ടുപേരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ചെറിയ മാർക്ക് വ്യത്യാസത്തിലാണ് മാത്രമാണ് മാർത്തയ്ക്ക് നഷ്ടപ്പെട്ടത്. ജോവാന അത്രമാത്രം സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് ആരാണ് ഇവിടെ പറയുന്നത്? മിസ്റ്റർ ബൂൺ പറയുകയാണ്. അതായത് ജോവാനയും ജോവാനയുടെ ഫാദറിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മിസ്റ്റർ ബൂൺ ഇവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. അപ്പം അവർ സംസാരിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ എക്സാക്റ്റ് അവരുടെ കോൺവെർസേഷൻ, മിസ്റ്റർ ബൂണിൻ്റെയും മിസ്റ്റർ ഷ്മിത്തിൻ്റെയും കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്നിട്ട് മാർത്ത പറയുകയാണ്, ബാക്കി അദ്ദേഹം പറഞ്ഞല്ലോ, റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി പറഞ്ഞ വാക്കുകൾ എന്താണെന്നുള്ളത് വളരെ ടൈ ആയിരുന്നു. ആൻഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർത്തയുടെ മനസ്സിൽ ഭയങ്കര ഒരു പൗണ്ടിങ് സൗണ്ട് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിക്കകത്തൊരു മുഴക്കം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ആ വാക്കിന് ശേഷം വന്ന മുഴുവൻ വാക്കുകളും ഫിൽട്ടേഡായിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഞ്ഞുപോയി. ഈ ഒരു വാക്ക് മാത്രം തിരിഞ്ഞു നിന്നു. അപ്പം ഏതാണ് ആ വാക്ക്? എന്താണ് മാർത്തയെ ഇത്രമാത്രം വിഷമിപ്പിച്ചത് അല്ലേ? നമുക്ക് നോക്കണ്ടേ. മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ഡു ഇറ്റ്. അതായിരുന്നു മിസ്റ്റർ ബൂൺ മാത്സ് ടീച്ചർ പിന്നീട് പറഞ്ഞത്. അതൊരു ടൈ ആണെന്ന് പറഞ്ഞ ശേഷം ആൻഡ് മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ഡു ഇറ്റ്
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? മാർത്ത ഒരു മെക്സിക്കൻകാരിയാണ്, റീസൈൻ, ഞാൻ ചെയ്യില്ല, വോണ്ട് ഡു ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്താണ്, അവിടെ ഒരു മെക്സിക്കൻകാരിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അവൾ വേറൊരു രാജ്യത്തു നിന്ന് വന്ന കുട്ടി കൂടി ആയതുകൊണ്ട്, അവൾക്ക് വേറൊരു നാഷണാലിറ്റി കൂടി അവളുടെ ബ്ലഡിൽ ഉള്ളത് കൊണ്ട് അവരെ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിങ് ഔട്ട്. അദ്ദേഹം ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ഹിസ്റ്ററി പ്രൊഫസർ വളരെ ദേഷ്യത്തിൽ അവിടെ നിന്ന് റഷിങ് ഔട്ട്, അതിവേഗം അവിടെ നിന്ന് പോയി. ആൻഡ് ലക്കിലി ഫോർ മീ വെൻ ഡൗൺ ദ ഓപ്പോസിറ്റ് വേ. ഭാഗ്യത്തിന് അദ്ദേഹം ഞാൻ നിന്ന വഴിയിൽ കൂടി ആയിരുന്നില്ല, എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്ന റൂട്ടിൽ കൂടെയാണ്, ആ വഴിയിൽ കൂടിയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ടുവേർഡ്സ് ദി ഓഡിറ്റോറിയം. എങ്ങോട്ടാണ്? ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. സോ ഹി ഡിഡിൻ സീ മീ. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടില്ല. ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞുമില്ല, അദ്ദേഹം എന്നെ കണ്ടുമില്ല. ഷേക്കിംഗ്. ഞാൻ വിറയ്ക്കുകയായിരുന്നു. I waited a few minutes and then went in and grabbed my bag. കുറച്ച് നിമിഷങ്ങൾ ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബാഗ് ക്ലാസ് റൂമിൽ കയറി വലിച്ചെടുത്തു. ഗ്രാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയിൽ ഫോഴ്സ്ഫുള്ളി വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാബിംഗ് എന്ന് പറഞ്ഞത്. ബാഗ് അവൾ വലിച്ചെടുത്തു. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. എന്നിട്ട് അവൾ റൂമിൽ നിന്നും ഓടിപ്പോയി. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ്. മിസ്റ്റർ ബൂൺ അവിടെ നിന്ന് നേരെ നോക്കി. When I came in but didn't say anything. ഞാൻ അതിലെ അകത്തേക്ക് കയറി വന്നപ്പോൾ മിസ്റ്റർ ബൂൺ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ടു ദിസ് ഡേ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ PE ഫോർ ബീയിങ് ലേറ്റ് ഓർ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ ഒരു സമയത്തെ, ഒരു മണിക്കൂറത്തെ PE കംപ്ലീറ്റ് ചെയ്തത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുള്ള, ജിമ്മിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ തീർത്തു എന്നുള്ളത് എനിക്ക് എപ്പോഴും ഓർമ്മയില്ല. ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ ദിസ് ഡേ, ഐ ഡോണ്ട് വോണ്ട് ടു. എനിക്ക് ഈ ദിവസം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഐ വെൻറ്റ് ഹോം വെരി സാഡ്. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ വളരെ 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 ദുഃഖിതയായിട്ടാണ് വീട്ടിലേക്ക് പോയത്. ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ. ഞാൻ എൻ്റെ തലോണയിലേക്ക് മുഖം അമർത്തി വെച്ച് വളരെ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആൻഡ് ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡിൻ ഹിയർ മീ. അപ്പം ആ രാത്രിയിൽ എൻ്റെ കരച്ചിൽ ഗ്രാൻഡ് മദർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പില്ലോയിലേക്ക്, തലയിണയിലേക്ക് മുഖം അമർത്തി ഞാൻ കരഞ്ഞത്. അത്രമാത്രം ഞാൻ കരഞ്ഞു എന്നാണ് നമ്മുടെ മാർത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പില്ലോയിലേക്ക് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി പില്ലോയിലേക്ക് ഇങ്ങനെ മുഖം വായ അമർത്തി വെച്ചുകൊണ്ടാണ് മാർത്ത കരഞ്ഞത്. ആൻഡ് ദ ഓൺലി വേർഡ് ഷീ വാസ് മെക്സിക്കൻ. അതാണ് മാർത്തയെ ഹോണ്ട് ചെയ്ത് വിഷമിപ്പിച്ച ആ വാക്കെന്ന് പറയുന്നത്. ഇത്ര മോശമായ രീതിയിൽ അവളെ താരതമ്യം ചെയ്തു എന്നുള്ളതാണ് അവളെ വിഷമിപ്പിക്കുന്ന കാര്യം, അല്ലേ? ഓക്കെ, അപ്പം മാർത്തയുടെ സ്റ്റോറി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ, അല്ലേ? ഓക്കെ, സോ മാർത്തയുടെ ഫീലിങ്സ് ആണ് ഇനി കുറച്ച് വേർഡ്സിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് സീംഡ് എ ക്രൂവൽ കോൺസിഡൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർഹേർഡ് ദാറ്റ് കോൺവെർസേഷൻ. അപ്പം എന്താണ് ആ കോൺവെർസേഷൻ? ഞാൻ വളരെ യാദൃശ്ചികമായിട്ട്, കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട്, ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് അവരുടെ ആ സംഭാഷണം കേൾക്കാനിടയായത്. പക്ഷേ അത് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നുമായിരുന്നു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദ പ്രിൻസിപ്പൽ കോൾ മീ ഇൻ ടു ഹിസ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. ഐ നോ വാട്ട് ഇറ്റ് വുഡ് ബി അബൌട്ട്. എനിക്കറിയാമായിരുന്നു അത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്നുള്ളത്, എന്ത് സംസാരിക്കാനാണ് അദ്ദേഹം വിളിപ്പിച്ചത് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ഹി ലുക്ക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹം വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു, അതായത് വളരെ അസന്തുഷ്ടനും അസ്വസ്ഥനുമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഐ ഡിസൈഡഡ് ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് എന്നോട് കൺവേ ചെയ്യാനുള്ള, എന്നോട് അവതരിപ്പിക്കാനുള്ള, പറയാനുള്ള കാര്യം അദ്ദേഹത്തിന് വേണ്ടി ഒട്ടും എളുപ്പമാക്കി കൊടുക്കാൻ ഞാനും തീരുമാനിച്ചില്ല. അതിനുവേണ്ടി മാർത്ത എന്താ ചെയ്തത് നോക്കിക്കേ. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രേറ്റ് ഇൻ ഹിസ് ഐസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഹി ലുക്ക്ഡ് എവേ ആൻഡ് ഫിക്റ്റഡ് വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്. അപ്പോൾ എന്താണ്? അദ്ദേഹം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താണ്, പറയാൻ പോകുന്നത് മോശപ്പെട്ട കാര്യമാണ്, അവളോട് ചെയ്യാൻ പോകുന്ന ഒരു നീതികേടാണ്. അതിൻ്റെതായ ഒരു അസ്വസ്ഥത ആ പ്രിൻസിപ്പൽ മാമിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സാറിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെസ്കിലെ പേപ്പേഴ്സൊക്കെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു ബിസിനസ്, ആവശ്യമില്ലാത്ത ഒരു തിരക്ക് അദ്ദേഹം അവിടെ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. മാർത്ത, he said, there has been a change in policy this year regarding the scholarship jacket. അപ്പോൾ അദ്ദേഹം പറയാണ്, മാർത്ത, ഈ വർഷം മുതൽ അല്ലെങ്കിൽ ഈ കൊല്ലം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ചുള്ള ഒരു പോളിസി, അതിൻ്റെ ഒരു കാര്യത്തിൽ, നയത്തിൽ ചെറിയ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം പറയണം. ആസ് യു നോ, ഇറ്റ് വാസ് ഓൾവേസ് ബീൻ ഫ്രീ. നിനക്കറിയാമല്ലോ, അത് എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. ക്ലിയർഡ് ഹിസ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ശബ്ദം ഒന്ന് ശരിയാക്കി. അതായത് എന്താണ്, പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്ത് ചെയ്തു, ഇങ്ങനെ അദ്ദേഹം ഒന്ന് അങ്ങനെ ത്രോട്ട് ഒന്ന് ക്ലിയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ദിസ് ഇയർ, അപ്പോൾ എന്താണ് മാറ്റം എന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞൊന്ന് അവതരിപ്പിക്കണം. അപ്പോൾ അവൾ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദിസ് ഇയർ, ഈ വർഷം, ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘാടകരുടെ സമിതി, അവരുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ബോർഡ് അംഗങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ വർഷം $15, $15 ഇതിൻ്റെ ചാർജായിട്ട് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടി ആ $15 പേ ചെയ്യണം. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദി ജാക്കറ്റ്. എങ്കിൽ പോലും ആ ജാക്കറ്റിൻ്റെ വിലയാകുന്നില്ല, അതിലും വിലയുള്ള ജാക്കറ്റാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു വില എന്നോണം ഒരു $15, ഒരു $15 സ്കൂളിലേക്ക് പേ ചെയ്യണം ജാക്കറ്റിൻ്റെ ഭാഗമായിട്ട് എന്നാണ് പ്രിൻസിപ്പൽ സാറ് മാർത്തയോട് പറയുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ മാർത്തയെ വിളിച്ചു വരുത്തിയത്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അവർക്കറിയാം മാർത്ത 8 കുട്ടികളൊക്കെയുള്ള ഒരു ഫാമറിൻ്റെ മകളാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു പക്ഷേ $15 ചോദിച്ചാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊടുക്കാൻ മാർത്തയുടെ അടുത്തുണ്ടാവില്ല. അപ്പോൾ മാർത്ത പിന്മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജോവാനയുടെ കയ്യിലേക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഒരു ക്രൂക്കഡ് വേ ആണ്, സൂത്ര വഴിയാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നിന്ന് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വായിച്ചു നോക്കാം. I stared at him in shock. ഞാൻ സ്തംഭിച്ച്, എന്താണ്, ഷോക്ക്ഡ് ആയിട്ട് അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നുപോയി. At a small sound of dismay escaped my throat. അപ്പോൾ അത്ഭുതം വരുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്ന ചില ശബ്ദങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയന് എന്നൊക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലേ, പല കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്ഭുതത്തിൻ്റെതായ ഒരു ശബ്ദം നമ്മുടെ മാർത്ത അറിയാതെ തന്നെ അവളുടെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഐ ഹാർഡ്ന്റ് എസ്കേപ്ഡ് ദിസ്. എനിക്കത് എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ അറിയാതെ തന്നെ എൻ്റെ തൊണ്ടയിൽ നിന്നും ആ ശബ്ദം പുറത്തേക്ക് വന്നുപോയി. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നോക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുവരെയും എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. വിച്ച് മീൻസ് എന്താണ് അദ്ദേഹത്തിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയത് പറയാനായിട്ട് കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നത്. സോ ഇഫ് യു ആർ അണേബിൾ ടു പേ ദ $15 ഫോർ ദി ജാക്കറ്റ്, അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ $15 നിനക്ക് പേ ചെയ്യാനായിട്ട്, ജാക്കറ്റിൻ്റെതായിട്ട് നിനക്ക് പേ ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും നോക്കിക്കേ. ഇറ്റ് വിൽ ബി ഗിവൺ ടു ദി നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. അപ്പം അടുത്തതായി നിൻ്റെ ഈ സ്ഥാനത്തേക്ക് ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുന്ന കുട്ടി ആരാണോ അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി, ആ കുട്ടിക്ക് വേണ്ടി ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാറ്റി കൊടുക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. അത് ആരാണെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം പോലും എനിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് മാർത്ത അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് ഷീ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വാസ് ജോവാന. അത് ജോവാന ആണെന്നുള്ളത് അവൾക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. അത് ആരാണ് എന്ന് ചോദിക്കേണ്ട ഒരാവശ്യം എനിക്ക് വന്നില്ല. വിച്ച് മീൻസ്
ഐ ഓൾറെഡി നോ ദ ട്രൂത്ത്. എനിക്ക് ആദ്യമേ തന്നെ സത്യം അറിയാമെന്നാണ് അവൾ പറയുന്നത്. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ബഹുമാനം കാണിച്ചുകൊണ്ട് തന്നെ, എല്ലാ ബഹുമാനവും ഡിഗ്നിറ്റി, എല്ലാ ആദരവും ബഹുമാനവും കാണിച്ചുകൊണ്ട് തന്നെ അവൾ എന്താണ് പറഞ്ഞു, എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അവൾ മനസ്സിൽ വച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ. ഞാൻ എൻ്റെ മുത്തച്ഛനുമായിട്ട് സംസാരിക്കാം, എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് സംസാരിക്കാം. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. ഞാൻ നാളെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ തിരിച്ചറിയിക്കാമെന്ന് അവൾ നമ്മുടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. I cried on the walk home from the bus stop. ബസ്സിൽ നിന്നിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി, വീട് വരെയും ഫുൾ ടൈം മുഴുവൻ സമയവും അവൾ കരയുകയായിരുന്നു. The dirt road was a quarter mile from the highway. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ നിന്നും കുറച്ച് ദൂരമുണ്ടായിരുന്നു അവളുടെ വീട്ടിലേക്ക്. My eyes were red and puffy. അപ്പോൾ അവൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ സമയമായപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി, തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനെ അവളുടെ കണ്ണുകൾ ചുവന്ന് പഫി ആയിട്ടുണ്ടായിരുന്നു. പഫി ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒത്തിരി ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്താണ് നമ്മുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഇടുമിച്ച് വീങ്ങിയൊക്കെ വരും, നീര് വെച്ചതുപോലെയൊക്കെ വരും അല്ലേ. അപ്പോൾ അതാണ് പഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവളുടെ കണ്ണുകൾ അങ്ങനെ നീര് വെച്ച് വീങ്ങി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. വേർ ഇസ് ഗ്രാൻഡ് പാ ഇന്ത്യയെ ഐ ആസ്ക്ഡ് ഗ്രാൻഡ്. ഞാൻ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ. നിലത്ത് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. സോ ഷീ വുഡിൻ ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈങ്. ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന് മുത്തശ്ശി അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കണ്ണിൽ ഈ പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി നിലത്ത് നോക്കി താഴോട്ട് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു, വേർ ഇസ് ഗ്രാൻഡ് പാ ഇന്ത്യ എന്നവൾ ചോദിച്ചു. ഷീ വാസ് സ്പീയിങ് ഓൺ എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ്ന്റ് ലുക്ക് അപ്പ്. സാധാരണയായിട്ട് മുത്തശ്ശി ചെയ്യുന്ന പോലെ തന്നെ. ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കമ്പിളി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു വലിയ പുതപ്പിനെയാണ് നമ്മൾ ക്വിൽറ്റ് എന്ന് പറയുന്നത്. മാറ്റ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയാറുണ്ട്, ക്ലോത്തിൻ്റെ നല്ല മാറ്റ് കട്ടിയുള്ളത്. അപ്പോൾ അതാണ്, അത് സ്പീ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തായതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രാൻഡ് മദർ ഡിഡ്ന്റ് ലുക്ക് അപ്പ്, ഒരിക്കൽ പോലും മുഖത്തേക്ക് അവളുടെ ശ്രദ്ധിച്ചില്ല. ഐ തിങ്ക് ഹി ഹാഡ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. അപ്പോൾ എന്താണ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം വീടിൻ്റെ പുറകിലായിട്ടുള്ള ആ തോട്ടത്തിൽ അദ്ദേഹം ഉണ്ടാവും, എന്തോ ജോലിയാണ്. എന്താണ്, ബീൻസിന് കൃഷി ചെയ്യുന്നത്, വെജിറ്റബിൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹമുണ്ട്, അദ്ദേഹം എന്തോ ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ അവൾക്ക് ആൻസർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മറുപടി കൊടുക്കുകയാണ്. ഓക്കെ. ഐ വെൻറ്റ് ഔട്ട്സൈഡ്. ഞാൻ പുറത്തേക്ക് പോയി. ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദി ഫീൽഡ്സ്. ഞാൻ അവിടെയുള്ള ആ കൃഷി സ്ഥലത്തെ മുഴുവനായിട്ട് ഒന്ന് നോക്കി. ദേർ ഹി വാസ്. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ആരെയാണ് അന്വേഷിച്ച് പോയത്? അവളുടെ ഗ്രാൻഡ് ഫാദറിനെ അല്ലേ. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് പറയണ്ടേ. അപ്പോൾ അവൾ അതിനുവേണ്ടി അന്വേഷിച്ച് ഗ്രാൻഡ് ഫാദറിനെ കണ്ടു. ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദി റോസ്, ഹിസ് ബോഡി ബെൻഡ് ഓവർ ദി ലിറ്റിൽ പ്ലാന്റ്സ്, ഹോ ഇൻ ഹാൻഡ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മുത്തശ്ശനെ അവൾ അവിടെ കണ്ടു. ഒരു ഹോ മീൻസ് ചെറിയ തൂമ്പയാണ്. ഓക്കെ, മമ്മട്ടി തൂമ്പ എന്നൊക്കെ പറയും, മണ്ണിൽ കിളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അത് മുത്തശ്ശൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം കൃഷിസ്ഥലത്താണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പയർ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുവെച്ചിരിക്കുന്ന ചെറിയ റോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, വരിയായിട്ടാണ് പയർ ചെടികൾ നട്ടുവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മുത്തശ്ശൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വിചാരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് TV-യിലും മൂവീസിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ ഈ നെൽകൃഷി ചെയ്തിരിക്കുന്ന പാടത്തിൻ്റെ നടുക്കൂടെ നടന്നു പോകാനുള്ള ഒരു വരമ്പ് പോലെ. ഓക്കെ, അതിന് വരമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ പയർ കൃഷി ചെയ്തിരിക്കുന്നതിന് നടുവിലൂടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൂടെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തൂമ്പായും ഉണ്ട്. ഐ വോട്ട് സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്നു. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. അപ്പോൾ എങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ $15 മേടിച്ചെടുക്കാം, അപ്പോൾ അതെങ്ങനെ ചോദിച്ചാലാണ് കിട്ടുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മാർത്ത അവിടേക്ക് വളരെ സ്ലോലി പതിയെ നടന്ന് മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തുകയാണ്.
അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളും ഇങ്ങനെയാണ് അല്ലേ? വീട്ടിൽ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും? എങ്ങനെ ചോദിച്ചാലാണ് അത് കിട്ടുന്നത്, അങ്ങനെ നിങ്ങൾ ചോദിക്കും. അപ്പം മാർത്തയും പിടിക്കുകയാണ്. അപ്പം എങ്ങനെ ചോദിച്ചാലാണ് $15 കിട്ടുന്നത്, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചിങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. There was a cold breeze blowing and a sweet smell of mesquite fruit in the air. അപ്പം അതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെസ്ക്വൈറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ ഫ്രൂട്ടാണ്. അമേരിക്കയിൽ ധാരാളമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മെസ്ക്വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല്, ഒരു ഫ്രാഗ്രൻസ്, നല്ലൊരു മണം. അങ്ങനെയാണ് മാങ്ങയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ നമ്മൾ മാങ്ങോട്ടും കൂടെ പോവുകയാണെങ്കിൽ നല്ല മാങ്ങാപ്പഴത്തിൻ്റെ മണം വരും. എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക ആയതുകൊണ്ട് അമേരിക്കയിൽ മാങ്ങാപ്പഴത്തിൻ്റെ മണമല്ല വന്നത്, എന്തിൻ്റെ മണമാണ് വന്നത്? മെസ്ക്വൈറ്റിൻ്റെ സ്മെല്ലാണ് വന്നത്. അപ്പോൾ അവർക്ക് നല്ല മെസ്ക്വൈറ്റിൻ്റെ സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ അതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. എന്താണ് എനിക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് എങ്ങനെ $15 മേടിച്ചെടുക്കാം എന്നുള്ള ഒറ്റ ചിന്തയിലായിരുന്നു നമ്മുടെ മാർത്ത കൊച്ച്. I kicked at a dirt of clod. ഒരു ക്ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മണ്ണിങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നതാണ്. ചെളി പുരണ്ട മണ്ണിങ്ങനെ ഒരു കട്ടയായിട്ടിരിക്കുന്നതാണ്. അപ്പം കിക്ഡ്, ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തു, ഒന്ന് തൊഴിച്ചു കൊടുക്കുന്ന പോലെ ആണ് അതിനൊന്ന് കിക്ക് ചെയ്തു. ഐ വോണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ജാക്കറ്റ് നേടിയെടുക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് a valedictorian and giving a little thank you speech for the jacket on graduation night. അപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് എങ്ങനെയെങ്കിലും ജാക്കറ്റ് കിട്ടണമെന്ന ആഗ്രഹവുമുണ്ട്. അതിനും അപ്പുറത്തായിട്ട് 8 വർഷത്തെ എൻ്റെ വളരെ വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന ഒരാഗ്രഹം, ഒരു വലിയ കഠിനാധ്വാനമാണ് അല്ലേ? അപ്പോൾ അത് വാലിഡേറ്ററി ഫംഗ്ഷൻ, സ്കൂൾ തീർന്നു പോകുന്ന ആ ഫംഗ്ഷൻ്റെ സമയത്ത് അത് നേടിയെടുക്കണമെന്നും ഒരു സ്പീച്ച് തിരിച്ച് പറയണമെന്നൊക്കെ ഉള്ളത് അവളുടെ ഒരു ആഗ്രഹമാണ്. അത് ഗ്രാജുവേഷൻ നൈറ്റാണ്. അപ്പോൾ ആ ഒരു വലിയ ഫംഗ്ഷനിൽ ഇത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ മാർത്തയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. എൻ്റെ 8 വർഷത്തെ കഠിനാധ്വാനവും എൻ്റെ 8 വർഷത്തെ ആഗ്രഹവും ആണ് അവിടെ അപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. ഐ ഹാഡ് ടു ബി ഓണസ്റ്റ് വിത്ത് ഗ്രാൻഡ്പ. എനിക്കറിയാം ഞാൻ മുത്തശ്ശനോട് ഒരിക്കലും നുണ പറയാൻ പാടില്ല, അദ്ദേഹത്തോട് ഞാൻ സത്യസന്ധമായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ബട്ട് ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. പക്ഷേ ഇതെൻ്റെ ഒരേ ഒരു ചാൻസാണ്, എൻ്റെ ഒരേ ഒരു സാധ്യതയാണ്. എന്തായാലും $15 കൊടുത്താലേ അവൾക്ക് ജാക്കറ്റ് കിട്ടുള്ളൂ അല്ലേ? നമുക്കും അറിയാം, മാർത്തയ്ക്കും അറിയാം. അപ്പോൾ ഇത് അവളുടെ ഒരേ ഒരു ചാൻസാണ്, $15 കൊടുക്കുക എന്നുള്ളത്. ഹീ സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. അപ്പം ഞാനിങ്ങനെ നടന്ന് വരുന്നത് കൊണ്ട് എൻ്റെ ഷാഡോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നു വരുന്നത് തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മുത്തച്ഛനെ മനസ്സിലാക്കി. അപ്പം എന്താണ് അദ്ദേഹം? ഹി ലുക്ക്ഡ് അപ്പ്. അദ്ദേഹം മുഖമുയർത്തി നോക്കി. അപ്പം എന്താണ്? മാർത്ത കാര്യങ്ങളൊക്കെ പറയാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി, ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടന്ന് മുത്തച്ഛൻ്റെ അടുത്തെത്തി. നമ്മൾ പറഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ആലോചിച്ച് മാർത്ത വേഗം നടന്ന് മുത്തച്ഛൻ്റെ അടുത്തെത്തി. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ മാർത്ത ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. എന്താണ്? മാർത്ത സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാൻഡ് ഫാദർ വെയിറ്റ് ചെയ്തു. ഐ ക്ലിയർഡ് മൈ തോട്ട് നെർവസ്ലി ആൻഡ് ക്ലാപ്സ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹീ വുഡൻറ്റ് സീ ദം ഷേക്കിംഗ്. അപ്പം ഞാൻ ഭയങ്കര നെർവ്സാണ്, എൻ്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ കൈ ഞാൻ വേഗം പുറകിലേക്ക് കെട്ടി. കാരണം എന്താണ്? എൻ്റെ കൈ വിറയ്ക്കുന്നത് ഗ്രാൻഡ് ഫാദർ കാണാതിരിക്കാൻ വേണ്ടി. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. എന്നിട്ട് വിളിച്ചു, ഗ്രാൻഡ് പാ, എനിക്ക് ഗ്രാൻഡ് പയോട് എനിക്കൊരു സഹായം ചെയ്യണമെന്ന് അവൾ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹീ നോ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എങ്ങനെയാണ്? സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത്. സ്പാനിഷ് ഒരു ലാംഗ്വേജാണ്, ഇംഗ്ലീഷ് മലയാളം പോലൊരു ലാംഗ്വേജാണ് സ്പാനിഷ് ലാംഗ്വേജ് പറഞ്ഞു. കാരണം എന്താണ്? ഗ്രാൻഡ് ഫാദറിന് സ്പാനിഷ് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഹീ സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. അത് ഇപ്പോഴും നിശബ്ദനായി മിണ്ടാതെ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും പറഞ്ഞു, ഗ്രാൻഡ് പാ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. പറയാണ്, മുത്തശ്ശ, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ അല്ല എന്നാണ് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിനു വേണ്ടി ഒരു $15 നമ്മൾ കൊടുക്കണം.
ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. ഞാൻ നാളെ തന്നെ $15 കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സംവൺ എൽസ്. അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും എന്ന് നമ്മുടെ മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ അൻ ഈഗർ റഷ്. എന്താണ് അതിൻ്റെ അവസാനത്തെ വാക്കുകൾ ആ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഫ്ലോയിൽ അവളുടെ വായിൽ നിന്ന് വീണു പോയ കാര്യങ്ങളാണ്. ഗ്രാൻഡ് പാ സ്ട്രേറ്റഡ് അപ്പ് ടൈറ്റ്ലി ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹോ ഹാൻഡിൽ. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം മുത്തശ്ശൻ അതിൻ്റെ തൂമ്പയുടെ അതിൻ്റെ ഹാൻഡിലിൽ നിന്ന് ചിൻ താടി വെച്ചിട്ട് അതിൽ മാറ്റിയിട്ട് അവളുടെ അടുത്ത് ചോദിച്ചു. എന്താണ് ചോദിക്കാൻ വന്നത്? പെട്ടെന്നൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. അപ്പം എന്താണ്? ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ദ ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്. എന്നിട്ട് അദ്ദേഹം ചുറ്റും ഉണ്ടായിരുന്ന ആ കൃഷിസ്ഥലത്തേക്ക് മൊത്തമായിട്ട് നോക്കി. അവിടെ നന്നായിട്ട് ഗ്രീൻ പ്ലാന്റ്സ്, എന്താണ് ഗ്രീൻ ബീ പ്ലാന്റ്സ്, ബീൻസിൻ്റെ ചെടികൾ നന്നായിട്ട് തഴച്ചു വളർന്ന് നിൽക്കുകയാണ്. ഐ വെയിറ്റഡ്, ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്ത് നിന്നു. ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി ഹാഡ് സേ ഐ കുഡ് ഹാവ് ദ മണി. അതെന്താണ്? അവൾ ഡെസ്പറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി വാസ് ഹോപ്പിംഗ്, ഹാപ്പിലി ഹോപ്പിംഗ്. എന്താണ്? സന്തോഷത്തോടെ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. $15 ഉണ്ട്, നിനക്ക് ഞാൻ തന്നേക്കാം എന്ന് ഗ്രാൻഡ് ഫാദർ പറയും എന്ന് വിചാരിച്ച് അവൾ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു ഹോപ്പ്, എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹി ടേൺ ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വൈറ്റ്ലി. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു എന്നിട്ട് എന്നോടായിട്ട് ചോദിച്ചു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ആര്? എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പം ഇതാണ് നമ്മുടെ ഇത്രയും ഭാഗത്ത് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാ സ്റ്റുഡൻസിനും? അപ്പം ഗ്രാൻഡ് ഫാദറിനോട് മാർത്ത എന്താണ് പറഞ്ഞ മറുപടി നോക്കാം. സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ച് അവൾക്ക് പറയാനുണ്ടല്ലോ, അപ്പോൾ അവളത് പറയാൻ പോവുകയാണ്. ഐ ആൻസേർഡ് ക്വിക്ക്ലി. ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. മേ ബി ദർ വാസ് എ ചാൻസ്. അതിൽ ഒരു സാധ്യതയുണ്ടെങ്കിലോ? It means you have earned it by having the highest grades for the 8 years and that's why there is giving it to you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീണ്ട 8 വർഷങ്ങൾ നന്നായി പഠിച്ചതിന് അതായത് സ്കൂള് നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. ടു ലേറ്റ് ഐ റിയലൈസ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. പക്ഷേ വായിന്നങ്ങ് പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് പോലും മനസ്സിലായത്. എന്താണ്? പറഞ്ഞപ്പം ചെറിയൊരു മണ്ടത്തരം പറ്റി. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് മണ്ടത്തരമാണ് നമ്മുടെ മാർത്ത സൂക്ഷിച്ച് പറഞ്ഞിട്ടും പറ്റിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാൻഡ്പാ നോ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് ദ മാറ്റർ ഓഫ് മണി. ഗ്രാൻഡ്പയ്ക്ക് മനസ്സിലായി എന്ന് എനിക്കും മനസ്സിലായി. ഇത് പൈസയുടെ അല്ലെങ്കിൽ കാശിൻ്റെ ഒരു പ്രശ്നമല്ലായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദാറ്റ്, അത് അങ്ങനെ അല്ലായിരുന്നു. He went back to the hoeing the weeds that sprang up between the delayed little bean plants. അദ്ദേഹം തിരിച്ചുപോയി ബീൻ പ്ലാന്റ്സിനിടയ്ക്ക് വീണ്ടും പണി ചെയ്യാനായിട്ട് തുടങ്ങി. It was a time consuming job. Sometimes the small shoots were right next to each other. അത് കുറേ അധികം സമയമെടുത്ത് ചെയ്യേണ്ട ജോലിയാണ്. ചിലപ്പം ചില ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വളരാം. Finally he spoke again as I turned to leave crying. ഒന്നും മിണ്ടാതെ അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു അല്ലേ? അപ്പം ഞാൻ അവിടെ നിന്നിട്ട്, ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മിസ്സല്ല കേട്ടോ, മാർത്ത അവിടെ നോക്കി നിന്നിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയാണെന്ന് മനസ്സിലായപ്പോൾ ഫൈനലി അവസാനം അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായി. അപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോഴാണ് ഗ്രാൻഡ്പാ ഒരു മറുപടി പറയുന്നത്. അപ്പം അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ്, അങ്ങനെയാണെങ്കിൽ നീ അതിനു വേണ്ടി പൈസ മുടക്കിയാൽ മാർത്ത, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുകയില്ല. ടെൽ യുവർ പ്രിൻസിപ്പൽ ഐ വിൽ നോട്ട് പേ ദ $15. നീ പോയി നിൻ്റെ പ്രിൻസിപ്പലിനോട് പറഞ്ഞേരെ ഞാൻ $15 പേ ചെയ്യില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പം മിസ്സിന് മനസ്സിലായി ഇത് വായിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അദ്ദേഹം ചോദിച്ചു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അവൾ പറഞ്ഞു 8 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് കിട്ടുന്നതാണ് സ്കോളർഷിപ്പ്. അപ്പം എന്താണ്? കിട്ടുന്നതാണ്, അല്ലെങ്കിൽ തരുന്നതാണ്, അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല അല്ലേ? നമ്മൾ ഒരു സാധനം, നമ്മളൊരു കടയിൽ പോയി നമ്മൾ 150 രൂപ കൊടുത്തു അല്ലെങ്കിൽ 500 രൂപ കൊടുത്തു നമ്മളൊരു ജാക്കറ്റ് വാങ്ങിച്ചു, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. മനസ്സിലായോ? നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചാണ്. പക്ഷെ ഇതെന്താണ്?
ഇതങ്ങനെ $15 കൊടുത്ത് നമ്മൾ കടയിൽ പോയി പച്ചക്കറിയും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ വാങ്ങിക്കേണ്ട ഒന്നല്ല. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. എന്താണ്? അത് നേടിയെടുക്കേണ്ട ഒന്നാണ്. ഓക്കെ, യു ഹാവ് ടു ഏൺ ദാറ്റ്. നീ അത് നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതിന് പോയി $15 അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് നീ പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേനെ, ഞാൻ നിനക്ക് $15 തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഇവിടെ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഗ്രാൻഡ് ഫാദർ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്? അങ്ങനെ $15 കൊടുത്ത് മേടിക്കേണ്ട ഒന്നല്ല ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, I walked back to the house and locked myself in the bathroom for a long time. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറി കഥ കടച്ച് കുറ്റിയിട്ട് ഞാൻ എന്നെ തന്നെ പൂട്ടി ആ റൂമിനകത്ത് അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് കുറേ നേരം അവിടെ അവളങ്ങിരുന്നു. ഐ വാസ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഗ്രാൻഡ് ഫാദറിനോട്. ഈവൻ ഐ നോ ഹീ വാസ് റൈറ്റ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ എനിക്ക് ദേഷ്യം വന്നു ഗ്രാൻഡ് ഫാദറിനോട്. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്. ആ സ്കൂളിൽ ഈ $15 പേ ചെയ്യണമെന്ന് തീരുമാനിച്ച എല്ലാ ബോർഡ് മെമ്പേഴ്സിനോടും എനിക്ക് ദേഷ്യം വന്നു. ഹൂഎവർ ദേ വെർ, അവരാരാണെങ്കിലും പ്രശ്നമില്ല, അവരോട് എല്ലാത്തിനോടും ദേഷ്യമാണ്. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ്? അവരെന്തിനു വേണ്ടിയാണ് നിയമം എല്ലാം മാറ്റിമറിക്കാൻ പോയത്? ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്. അത് ഞാൻ സമ്മാനം മേടിക്കാൻ അർഹയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പുതിയ നിയമവും കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവരിതൊക്കെ ചെയ്തതെന്നോർത്ത് മാർത്തയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് ചില സമയത്ത് അല്ലേ? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാം, അവർ പറഞ്ഞത് ശരി, നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും എന്താണ്, ചുമ്മാ കുറേ നേരം ദേഷ്യം കാണിച്ച് മിണ്ടാതെ മോഹമൊക്കെ വീർപ്പിച്ച് നിങ്ങൾ വീട്ടിലിരിക്കും. അതുപോലെ തന്നെയാണ് മാർത്തയും. അവൾ റൂമിലല്ല ഇരുന്നേ, ബാത്റൂമിലാന്നേ ഉള്ളൂ. അവൾ കയറി കുറ്റിയിട്ടിട്ട് അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്ന് ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്നു. ഓക്കെ, ദോസ് വെർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്. ആ ദിവസങ്ങളായിരുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെയും ഇന്നസെൻസിൻ്റെ നിഷ്കളങ്കതയുടെയും ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ വെരി സാഡ് ആൻഡ് വിഡ്രോൺ ഗേൾ ഹു ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ദ നെക്സ്റ്റ് ഡേ. പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് അടുത്ത ദിവസം അവൾ പോകുമ്പോൾ അവൾ ഭയങ്കര സാഡ്, വിഡ്രോൺ ആയിരുന്നു. ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ പോലെ ആയിട്ട് അവൾ മാറിയിട്ടുണ്ടായിരുന്നു. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദ ഐസ്. ഇത്തവണ പ്രിൻസിപ്പൽ സാറ് എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയാണ് നിന്നത്. വൈ ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേഡ്? എന്താണ് നിൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ മറുപടി? ഐ സാറ്റ് വെരി സ്ട്രെയിറ്റ് ഇൻ മൈ ചെയർ. ഞാൻ എൻ്റെ ചെയറിൽ വളരെ നന്നായിട്ട് നിവർന്ന് തന്നെയായിരുന്നു. He said to tell you he won't pay the $15. എന്നിട്ട് അവൾ മുഖത്ത് നോക്കി പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഈ $15 അദ്ദേഹം ഒരിക്കലും പേ ചെയ്യില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്നു. മാർത്ത വളരെ ബോൾഡായിട്ട് പ്രിൻസിപ്പലിൻ്റെ തീരുമാനം, അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള തീരുമാനവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? $15 കൊടുത്തില്ലെങ്കിൽ അടുത്ത ആൾക്ക് ജാക്കറ്റ് കൊടുക്കുമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം ജാക്കറ്റ് ആർക്കാണ് കിട്ടിയെന്ന്. നമുക്കറിയണ്ടേ കഥയുടെ അവസാനം സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്ക് കിട്ടി? ഗോൾഡൻ നൂലുകളിൽ ട്വൈൻ ചെയിനിൽ ഇവിടെ എഴുതി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പേര് അല്ലേ? ആരുടെ പേരാണ്? ജോവാനയുടെ പേരാണോ മാർത്തയുടെ പേരാണോ എഴുതിയെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇനി എന്താണ് ജാക്കറ്റിൻ്റെ കാര്യത്തിൽ മുന്നോട്ടുള്ള പ്രോഗ്രസ് നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പൽ മട്ടേഡ് സംതിങ് I couldn't understand under his breath and walked over to the window. അപ്പം അദ്ദേഹം മുറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഓഫീസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പുറപുറത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പം എന്താണെന്നുള്ളത് നമ്മുടെ മാർത്തയ്ക്ക് മനസ്സിലായില്ല. He stood looking at something outside. അദ്ദേഹം പുറത്തേക്ക് നോക്കി എന്തിലേക്കോ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. He looked bigger than usual when he stood up. സാധാരണ അദ്ദേഹത്തെ കണ്ടാൽ ഒരു വലിയ മനുഷ്യനാണെന്ന് തോന്നും, പക്ഷെ എഴുന്നേറ്റ് നിന്നപ്പോൾ കുറേ കൂടെ വലിയ ആളാണെന്ന് അവൾക്ക് തോന്നി. ഹി വാസ് എ ടോൾ കൂണ്ട് മാൻ വിത്ത് ഗ്രേ ഹെയർ. അദ്ദേഹം വളരെ മെലിഞ്ഞ നേർത്ത ഒരു മനുഷ്യന്. ഗ്രേ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്ലാക്ക് ഹെയറിൽ നിന്ന് കുറച്ച് ഗ്രേ മീൻസ് അദ്ദേഹം മുടികൾ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ വാച്ച് ദ ബ്ലാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു ടൈം വരെയും അവൾ വെയിറ്റ് ചെയ്ത് നിന്നു. വൈ? ഹി ഫൈനലി ആസ്ക്ഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അദ്ദേഹം ചോദിച്ചു. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. നിന്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ ശരിക്കും പൈസയുണ്ട്. ഹി ഓൺസ് എ 200 acre ranch.
നിന്റെ ഗ്രാൻഡ് ഫാദറിന് 200 ഏക്കർ റാഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കന്നുകാലികളെ, ആടുകളെ, പശുക്കളെ, അങ്ങനെ കാലികളെ എല്ലാം നോക്കുന്നതിന് വേണ്ടി വലിയ വിസ്തൃതമായ വലിയ കൃഷിയിടമാണ്, വലിയ സ്ഥലം, ഒത്തിരി സ്ഥലം. അപ്പം അതിനെയാണ് നമ്മൾ റാഞ്ച് എന്ന് പറയുന്നത്. അത്ര 200 ഏക്കേഴ്സ് ഓഫ് റാഞ്ച് ഉള്ള ആളാണ് നിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം വെറും നിസ്സാരമായി $15 പേ ചെയ്യാൻ തയ്യാറാവാത്തത് എന്നാണ് പ്രിൻസിപ്പൽ സാറ് ചോദിക്കുന്നത്. ഐ ലുക്ക്ഡ് അറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ നോക്കി. ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ, കരയാതിരിക്കാൻ. സ്റ്റേ ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീര് കരയാതിരിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു. ഐ ഡോണ്ട് നോ സാർ, എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഹീ സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡൻ ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആ ജാക്കറ്റിന് വേണ്ടി $15 പേ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്, ഞാൻ പോവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും എഴുന്നേറ്റു. ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗീവ് ഇറ്റ് ടു ജോവാന. അപ്പം പെട്ടെന്ന് പോകാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവളൊരു കാര്യം പറഞ്ഞു. എന്താണ്? അവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ളത് അവൾക്ക് അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇനിയിപ്പം എനിക്കിത് വേണമെന്നില്ല, നിങ്ങൾ ജോവാനയ്ക്ക് തന്നെ കൊടുത്തോളൂ എന്ന് അവൾ പറഞ്ഞു. ഐ ഹാഡ് ഇൻ മീൻ ടു സേ ദാറ്റ്, ഞാനത് പറയണമെന്ന് ശരിക്കും വിചാരിച്ചിരുന്നതേ അല്ല. മാർത്ത പറയാണ്, എനിക്കത് പറയാനുള്ള യാതൊരു പ്ലാനും ഉണ്ടായിരുന്നല്ല. ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്, പക്ഷെ അതെൻ്റെ വായിൽ നിന്നും വീണു പോയതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് ടു ദ ഡോർ വെൻ ഹീ സ്റ്റോപ്ഡ് മീ. മാർത്ത വെയിറ്റ്. അവൾ പോകാനായിട്ട് ഏകദേശം റൂമിൻ്റെ വാതിൽക്കൽ വരെ എത്തി. അപ്പം അവളോട് പറഞ്ഞു, മാർത്ത വെയിറ്റ്, മാർത്ത പോവരുത്, നിൽക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വെയിറ്റ് ചെയ്ത് നിന്നു. വാട്ട് ഡിഡ് ഹി വോണ്ട് നൗ? ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത്? ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്. എൻ്റെ ഹൃദയം വളരെ ഒച്ചത്തിൽ, അതായത് എന്താണ്, ഈ ടെൻഷൻ വരുമ്പം നമ്മുടെ ഹൃദയം എങ്ങനെയാണ് പടപെടാന്നിരിക്കും അല്ലേ, സ്പീഡ് കൂടി ഇരിക്കും. അതുപോലെ ഒരു ഫീലാണ് മാർത്തയ്ക്കുണ്ടായത്. സംതിങ് ബിറ്റർ ആൻഡ് വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഇതിലും മോശമായ മറ്റെന്തോ ആണ് ഇനിയും കാത്തിരിക്കുന്നതെന്നോർത്ത് അവളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഐ വാസ് അഫ്രൈഡ്, എനിക്ക് വളരെ പേടി തോന്നി. ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്, ഞാൻ വീണു പോകുമോ, രോഗിയായി പോകുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താണ്, അറിയാതെ വായിന്ന് വീണു പോയില്ലേ, ജോവാനയ്ക്ക് തന്നെ കൊടുത്തോളാൻ. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സാർ ഇനി എന്താണ് പറയാൻ പോകുന്നതെന്നൊരു പേടിയാണ് ശരിക്കും മാർത്തയ്ക്ക് അവിടെ ഉണ്ടായത്. ഐ ഡിഡ്ന്റ് നീഡ് എനി സിമ്പതി സ്പീച്ചസ്. എനിക്ക് ആരുടെയും ഒരു സിമ്പതിയും വേണ്ട. പോട്ടെ, സാരമില്ല, വിഷമിക്കണ്ട, അങ്ങക്ക് പറയാനുള്ള ഒരു സിമ്പതി വാക്കുകൾ എനിക്ക് ആരുടെ അടുത്തൊന്നും വേണ്ടെന്നാണ് ജോവാന പറയുന്നത്. മാർത്ത ഇവിടെ പറയുന്നത്. ഹി സൈഡ് ലൗഡ്ലി, അദ്ദേഹം ഒന്ന് ഉച്ചത്തിലൊന്ന് സൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് ദീർഘശ്വാസം വിട്ടു. ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്, അദ്ദേഹത്തിൻ്റെ മേശയുടെ അവിടേക്ക് പോയി അദ്ദേഹം നിന്നു. ഹി വാച്ച്ഡ് മീ, അദ്ദേഹം എന്നെ മൊത്തമായിട്ടൊന്ന് നിരീക്ഷിച്ചു. ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മുഖം ചൊടി ഇങ്ങനെ കടിച്ചു. എന്നിട്ട് അദ്ദേഹം അവളെ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ ശരി, വെൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. നിന്റെ കാര്യത്തിൽ ഞാനൊരു എക്സെപ്ഷൻ ചെയ്തുതരാം. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഞാൻ ബോർഡിനോട് സംസാരിക്കാം, നിനക്ക് നിന്റെ ജാക്കറ്റ് തീർച്ചയായും കിട്ടും എന്ന് അദ്ദേഹം ഒന്ന് നിശ്വസിച്ചിട്ട് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ആൻഡ് ഹി വാസ് ഓൾസോ ഇൻ സപ്പോർട്ട് ഓഫ് മാർത്ത. അദ്ദേഹത്തിനും ഇഷ്ടം മാർത്തയ്ക്ക് ഇത് കൊടുക്കണമെന്ന് തന്നെയാണ്. കാരണം ഷി വാസ് സച്ച് എ ഗുഡ് ഗേൾ. അതുകൊണ്ട് ഇത് മാർത്തയ്ക്ക് കിട്ടണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോലും ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് നെടുവേർപ്പെട്ടിട്ട് പറഞ്ഞത്, നിനക്ക് തന്നെ ജാക്കറ്റ് തരും എന്നത്. ഐ കുഡ് ഹാഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. എനിക്ക് എൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. ഞാൻ ഈ കേട്ടത് സത്യം തന്നെയാണോ എന്നവൾ ഓർത്തുപോയി. ഐ സ്പോക്ക് ഇൻ ദ ട്രംബ്ലിംഗ് റഷ്. വിറയ്ക്കുന്ന സ്വരത്തിൽ ഞാൻ സാറിനോട് സംസാരിച്ചു. ഓഹ് താങ്ക് യു സാർ, താങ്ക് യു, നന്ദി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വലിയ ധൈര്യം വന്നതുപോലെ തോന്നി. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുപോലെ എൻ്റെ ശരീരത്തിൽ അഡ്രിനാലിൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹോർമോണാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൽ അധികമായി സന്തോഷം ഉണ്ടാകുമ്പോഴുണ്ടാകുന്നതാണ് അഡ്രിനാലിൻ. അതുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടേ ഇല്ല. ബട്ട് ഐ നോ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ കുറച്ച് അഡ്രിനാലിൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഐ ആം വെരി ഹാപ്പി നൗ, മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തോളം പൊങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഐ വോണ്ടഡ് ടു ടെൽ, ജംപ്, റൺ, മൈൽ, ടു ഡു സംതിങ്. എനിക്ക് ഓടിച്ചാടി നടന്ന് എൻ്റെ സന്തോഷം എല്ലാം പ്രകടിപ്പിക്കണമെന്ന് തോന്നിയെന്നാണ് മാർത്ത ഇവിടെ പറയുന്നത്. I ran out so I could cry in the hall where there was no one to see me. എനിക്ക് ഓടി പുറത്തേക്ക് പോയി ഹോളിൽ പോയിന്ന് കരയണമെന്നുണ്ടായിരുന്നു. എന്താണ്?
ഞാൻ കരയുന്നത് ആരും കാണാതിരിക്കാനായിട്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ആ ദിവസത്തിൻ്റെ അവസാനം, മിസ്റ്റർ സ്മിത്ത് winked at me and said, I hear you are getting the scholarship jacket this year. മിസ്റ്റർ സ്മിത്ത് അവളോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സാറ്, അവളെ ഇഷ്ടപ്പെട്ടിരുന്ന സാറ്, അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിരുന്ന ആ സാറ് പറയാണ്, അവളെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അവളെ ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ കേട്ടല്ലോ ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്കാണ് എന്ന് ഞാൻ കേട്ടല്ലോ എന്ന് സാറ് പറയാണ്. ആക്ച്വലി ഇതിനു വേണ്ടിയാണ് ആ ഒരു ഗുഡ് ന്യൂസ് സാറ് വളരെ സ്ലോയിലി പതിയെ അവളിലേക്ക് ആ സന്തോഷത്തെ സാർ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് അല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മാർത്തയ്ക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും അല്ലേ? ആൻഡ് ഷീ ബിക്കം വെരി ഹാപ്പി. അപ്പം മിസ്റ്റർ സ്മിത്തും അദ്ദേഹത്തോടൊപ്പം പ്രിൻസിപ്പളും എല്ലാവരും മാർത്തയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റോറി ഇപ്പം ഇത്ര വരെയാണ് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാർത്ത നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം മിസ്റ്റർ സ്മിത്തിനോട് മാർത്ത എങ്ങനെയാണ് അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻ്റ് ആസ് എ ബേബീസ്. മിസ്റ്റർ സ്മിത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് തോന്നിയത് ഒരു കുഞ്ഞു ബേബി, ഒരു ചെറിയ കുട്ടിയുടെ മുഖത്തെ സന്തോഷവും നിഷ്കളങ്കതയുമാണ് അവൾക്ക് തോന്നിയത്. ബട്ട് ഐ നോ ബെറ്റർ, പക്ഷേ എനിക്ക് നന്നായിട്ട് അദ്ദേഹത്തെ അറിയാം. വിത്തൗട്ട് ആൻസറിങ്, അദ്ദേഹത്തോട് ഒരു മറുപടി പോലും പറയാതെ, അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ, ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റൺ ടു ദ ബസ്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്ന് അദ്ദേഹത്തെ പെട്ടെന്നൊന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ ഓടി ബസ്സിലേക്ക് പോയി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗെയിൻ. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ന് വീണ്ടും കരഞ്ഞു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഇത്തവണ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇപ്പം ഇത്തവണ ഇത് ആനന്ദാശ്രുവായിരുന്നു. എന്താണ്? സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു. ഐ കുഡൻറ്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ് പാ ആൻഡ് റാൻ സ്ട്രെയിറ്റ് ടു ദ ഫീൽഡ്. ഗ്രാൻഡ് പേയോട് പറയാതിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഗ്രാൻഡ് പേയുടെ ഫീൽഡിലേക്ക്, കൃഷിയിടത്തിലേക്കാണ് ഓടിപ്പോയത്. I joined him in the row where he was working and without saying anything, I crouched. എന്താണ്? ഞാൻ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പോയി. എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? കുനിഞ്ഞ് അവിടേക്ക് ചെന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കളകളൊക്കെ എൻ്റെ തന്നെ കൈകൾ കൊണ്ട് ഞാൻ പറിച്ചെടുത്തു. ഗ്രാൻഡ്പാ വർക്ക്ഡ് ലോങ് സൈഡ് me for a few minutes and he didn't ask what had happened. ഗ്രാൻഡ്പയും എൻ്റെ കൂടെ ചെറുതായിട്ട് കുറച്ച് സമയത്തേക്ക് ചെയ്തു. പക്ഷെ അദ്ദേഹം എന്നോട് ഒരു കാര്യം ഒന്നുപോലും ചോദിച്ചില്ല. എന്താണ് സംഭവിച്ചത് എന്ന് പോലും അദ്ദേഹം ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. എന്ത് ചെയ്തു? ഞാൻ ചെറുതായിട്ട് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കളകൾ പറിച്ചു. വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളകൾ, ചീത്ത ചെടികൾ. അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നേരെ നിന്നു. ദ പ്രിൻസിപ്പൽ സെഡ് ഹി ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ. പ്രിൻസിപ്പൽ പറഞ്ഞു അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പ്രത്യേക സഹായം, ഒരു കൺസിഡറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഗ്രാൻഡ്പാ, ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. എനിക്ക് ജാക്കറ്റ് കിട്ടാൻ പോവുകയാണ്, ഇപ്പം ഒരു പ്രശ്നമില്ല. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. എന്നിട്ട് ദാറ്റ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം, ഇത്ര മാത്രം അദ്ദേഹത്തോട് അവൾ പറഞ്ഞു. വാട്ട് യു സെഡ്, ഞാൻ അദ്ദേഹത്തോട്, പ്രിൻസിപ്പലിനോട് പറഞ്ഞുവെന്ന് അവൾ ഗ്രാൻഡ്പയോട് വന്ന് പറയുകയാണ്. ഗ്രാൻഡ്പാ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഗ്രാൻഡ്പാ പ്രത്യേകിച്ച് ഒന്നും മാർത്തയോട് പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗേവ് മീ എ പാറ്റ് ഓൺ ദി ഷോൾഡർ ആൻഡ് സ്മൈൽ. പാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം വരുമ്പോഴൊക്കെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കും, ഒന്ന് തട്ടിക്കൊടുക്കും. അതിനെയാണ് നമ്മൾ പാറ്റിംഗ് എന്ന് പറഞ്ഞത്. ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. അവൾ അങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു മാർത്തയുടെ ഷോൾഡറിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. ഹി പുൾഡ് ഔട്ട് ദ ക്രംബിൾഡ് റെഡ് ഹാൻഡ്കർച്ചീഫ് ആൻഡ് ദാറ്റ് he always carried in his back pocket and wiped the sweat of his forehead. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ഒരു ഹാൻഡ് കർച്ചീഫ്, ആ ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നന്നായി തേച്ച് മിനുക്കി വെച്ചിരുന്നാണ്. അതെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ്, മുഖത്തെ വിയർപ്പൊക്കെ അദ്ദേഹം തുടച്ചു കളഞ്ഞു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് ദ സപ്പർ. നീ പോയി നിൻ്റെ ഗ്രാൻഡ് മദറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത്താഴം ഉണ്ടാക്കാൻ, സപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്താഴം, രാത്രി കഴിക്കുന്ന ഭക്ഷണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ പോയി ചെയ്തു കൊടുക്കാനായിട്ട് ഗ്രാൻഡ് ഫാദർ മാർത്തയോട് പറഞ്ഞു. ഐ ഗേവ് എ ബിഗ് ഗ്രിൻ. ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഗ്രിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സന്തോഷം വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളിച്ച് കാണിക്കും. ചിരിയല്ല, പുഞ്ചിരിയല്ല, ഒന്നുമല്ല, ഒന്ന് ഇളിച്ച് കാണിച്ചു.
എന്താണ് ആ കാര്യമൊക്കെ ഇപ്പം നടന്നു, എല്ലാം ഓക്കെ ആയി അല്ലേ. അതുകൊണ്ട് അവൾ ഗ്രാൻഡ് ഫാദറിനെ ഒന്ന് ചെറുതായിട്ട് വിളിച്ച് കാണിച്ചു. ഹി ഡിഡിൻ ഫൂൾ മീ, അദ്ദേഹം എന്നെ പറ്റിച്ചൊന്നുമില്ല. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. ഞാൻ ചെറിയ ഏതൊക്കെയോ പഴയ പാട്ടുകളുടെ ഏതോ ഈണങ്ങളൊക്കെ മൂളി ഇങ്ങനെ ചൂളം അടിക്കാൻ, വിസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ചൂളം അടിക്കുകയാണ്. ചൂളം അടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മാർത്തയുടെ സ്റ്റോറി തീരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മാർത്തയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പോൾ എന്താണ്, നെവർ ഗിവ് അപ്പ് ഫോർ എനിത്തിങ്, ഒന്നിനു വേണ്ടിയും നമ്മുടെ അവകാശങ്ങളെ കളയരുതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. മാർത്തയുടെ സ്റ്റോറി നമുക്ക് നല്ലൊരു കഥയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ട്രഡീഷൻ ഫോളോഡ് ഇൻ ദ സ്മോൾ ടെക്സസ് സ്കൂൾ? ടെക്സസിലെ ചെറിയ സ്കൂളിൽ ഫോളോ ചെയ്തിരുന്ന ആ ഒരു ട്രഡീഷൻ, പതിവ് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. The tradition followed in the small Texas school was that a beautiful gold and green jacket was awarded to the student who had maintained the highest grades in the for 8 years. ടെക്സസ് സ്കൂളിൽ ഉണ്ടായിരുന്ന എന്താണ്, വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് ആൻഡ് ഗ്രീൻ കളറിൽ വരുന്ന ജാക്കറ്റ്, അത് 8 വർഷം നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് അവർ കൊടുക്കുമായിരുന്നു. The award was given during the passing out function of the 8th grade. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാസിംഗ് ഔട്ട് ചെയ്യുമ്പോഴാണ്, പാസിംഗ് ഔട്ട് ഫംഗ്ഷൻ, വാലിഡിറ്ററി ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് അവർ ഈ സമ്മാനം അല്ലെങ്കിൽ ഈ ജാക്കറ്റ് കൊടുത്തിരുന്നത്. ഇതായിരുന്നു ടെക്സസ് സ്കൂളിലെ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, the scholarship jacket was our only chance. Why does Martha say so? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമാണ് എൻ്റെ അവസാനത്തെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ചാൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്? ഷീ സേസ് ഇറ്റ്, അവൾ അങ്ങനെ പറഞ്ഞത് ബിക്കോസ് ഹർ പേരൻസ് വെയർ വെരി പുവർ. അവളുടെ പേരൻസ് എന്ന് പറഞ്ഞത് വളരെ പുവർ ആയിട്ടുള്ള ആളുകളാണ്. ടു ടേക്ക് പാർട്ട് ഇൻ ദ സ്കൂൾ സ്പോർട്സ് എ ലോട്ട് ഓഫ് മണി ഹാഡ് ടു ബി പെയ്ഡ് ബൈ ദ വേ ഓഫ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ എന്താണ്, സ്കൂളിലെ സ്പോർട്സ് മത്സരങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് ഒത്തിരി പൈസ കൊടുക്കണം. യൂണിഫോം ആൻഡ് ഔട്ട്സൈഡ് ട്രിപ്സ്, യൂണിഫോമിനും പുറത്തേക്ക് പോകുന്ന ട്രിപ്പുകൾക്കൊക്കെ ആയിട്ട് പൈസ കൊടുക്കണമായിരുന്നു. സോ മാർത്താസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് നോ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എനി ജാക്കറ്റ്. അതുകൊണ്ട് തന്നെ മാർത്തയ്ക്കോ സഹോദരങ്ങൾക്കോ അതിൻ്റേതായിട്ടൊരു ജാക്കറ്റ് കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. ബൈ ബീയിങ് എ മെമ്പർ ഓഫ് എനി ടീം ഓർ ബൈ വിന്നിങ് എനി സ്പോർട്സ് ഈവൻറ്റ്. ഏതെങ്കിലും ഒരു ടീമിൽ അംഗങ്ങളോ സ്പോർട്സ് ഈവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയോ പേരിൽ മാർത്തയ്ക്കോ സഹോദരങ്ങൾക്കോ ഒരു ജാക്കറ്റ് പോലും കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റാണ് അവരുടെ ആകെയുള്ള ഒരേ ഒരു ചാൻസ് എന്ന് അവൾ പറയാൻ കാരണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് വെയർ മാർത്താസ് ടീച്ചേഴ്സ് ആർഗ്യൂയിങ് അബൌട്ട്? മാർത്തയുടെ ടീച്ചേഴ്സ് എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? ദേ വെർ ആർഗ്യൂയിങ് അബൌട്ട് മാർത്ത. അവർ മാർത്തയെക്കുറിച്ച് തന്നെയാണ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇഫ് മെറിറ്റ് വാസ് ദ ഓൺലി കൺസിഡറേഷൻ, സ്കോളർഷിപ്പ് ജാക്കറ്റ് ഷുഡ് ഗോ ടു മാർത്ത. മെറിറ്റ്, അതായത് മികവ്, പഠന മികവ് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് കിട്ടേണ്ടത് മാർത്തയ്ക്കാണ്. ദാറ്റ് ഈസ് വാട്ട് മിസ്റ്റർ സ്മിത്ത്, ഹർ ഹിസ്റ്ററി ടീച്ചർ വാണ്ടഡ്. അതാണ് ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള മിസ്റ്റർ സ്മിത്ത് പറയുന്നത്. But her maths teacher named Mr. Boone wanted it to be given to Joanne as her father is a board member and owns the only store in town. പക്ഷേ മാത്സ് ടീച്ചറായിട്ടുള്ള ബൂൺ പറയുന്നത് എന്താണ്, അവരുടെ ബോർഡിലുള്ള അതുപോലെ തന്നെ ടൗണിൽ ഒരേ ഒരു ഷോപ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ജോവാനയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ജോവാനയുടെ ഫാദർ അവിടെ ഉള്ളതുകൊണ്ട് അയാളുടെ മകളായ ജോവാനയ്ക്ക് മാത്രമേ അത് കൊടുക്കാവുള്ളൂ എന്നാണ് ടീച്ചർമാർ തമ്മിലുണ്ടായ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വൈ വാസ് ദ പ്രിൻസിപ്പൽ അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി? പ്രിൻസിപ്പൽ എന്തുകൊണ്ടായിരുന്നു അസ്വസ്ഥനും അസന്തുഷ്ടനും ഒക്കെ ആയിട്ട് കാണപ്പെട്ടത്? ഹി വാസ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. പ്രിൻസിപ്പൽ അസന്തുഷ്ടനും അൺഹാപ്പിയുമായിരുന്നു. ബിക്കോസ്, അതിൻ്റെ കാരണം, ദാറ്റ് ഇയർ എ ന്യൂ റൂൾ ഹാസ് ബ്രോട്ട് ബൈ ദ ബോർഡ്. ആ വർഷം ബോർഡ് പുതിയതായിട്ടോ ഒരു നിയമം കൊണ്ടുവന്നു. ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഹൂ ഈസ് ടു ബി ഗിവൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഷുഡ് പേ ആൻ എമൗണ്ട് ഓഫ് $15. അതായത് $15 കൊടുത്താൽ മാത്രമേ സ്കോളർഷിപ്പ് ജാക്കറ്റിന് അർഹനായ കുട്ടിക്ക് അത് കൊടുക്കുകയുള്ളൂ. ഹീ നോ ദാറ്റ് മാർത്ത ഡിസേർവ്ഡ് ദ ജാക്കറ്റ്. അദ്ദേഹത്തിന് അറിയായിരുന്നു മാർത്ത ഈ ജാക്കറ്റ് സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഡിസേർവ്ഡ് ആണെന്നുള്ളത്. ഡിസേർവ്ഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് അവൾക്കാണ് ഏറ്റവും യോജിക്കുന്നതെന്നുള്ളത്. ബട്ട് സിൻസ് ഷി വാസ് ടു പുവർ ടു പേ. പക്ഷെ എന്താണ്, അവൾക്കത് പേ ചെയ്യാനുള്ള അത്രമാത്രം സമ്പന്നയല്ല അവൾ.
ദ ജാക്കറ്റ് വിൽ ഹാവ് ടു ബി ഗിവൺ ടു സമ്മൺ എൽസ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ജാക്കറ്റ് മറ്റ് ആർക്കെങ്കിലും കൊടുക്കും. ഹി നോ ഇറ്റ് വാസ് പ്ലേ ബൈ എ ബോർഡ് മെമ്പർ. അതെന്തിനു വേണ്ടിയാണ്? ആ ബോർഡ് മെമ്പറിനെ തന്നെ ഒരു പ്ലേ ആണ് അല്ലെങ്കിൽ ഒരു സൂത്രപ്പണിയാണെന്നുള്ളത് പ്രിൻസിപ്പലിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ടു എനേബിൾ ഹിസ് ഡോട്ടർ ജോവാൻ ടു ഗെറ്റ് ദ ജാക്കറ്റ്. അയാളുടെ മകളായ ജോവാനയ്ക്ക് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ബോർഡ് മെമ്പറിൻ്റെ സൂത്രമാണെന്നുള്ളത് പ്രിൻസിപ്പൽ സാറിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൺകംഫർട്ടബിളും അൺഹാപ്പിയുമായിട്ട് മാറിയത്. ക്വസ്റ്റ്യൻ നമ്പർ 5. വൈ വാസ് മാർത്ത ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് മാർത്ത ഷോക്ക്ഡ് ആയത്? ഷീ വാസ് ഷോക്ക്ഡ് ബിക്കോസ് ദ പ്രിൻസിപ്പൽ ടോൾഡ് ഹെർ ദാറ്റ് ഷീ വുഡ് ഹാവ് ടു പേ $15 ആസ് ഇഫ് ഷീ വോണ്ടഡ് ദി ജാക്കറ്റ്. അവൾക്ക് ജാക്കറ്റ് വേണമെങ്കിൽ അവൾ $15 പേ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അത് കേട്ടിട്ടാണ് അവൾ ഷോക്ക്ഡ് ആയത്. അൺടിൽ ദാറ്റ് ഇയർ ഇറ്റ് വാസ് ഗിവൺ ഫ്രീ ടു ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. കാരണം എന്താണ്, കഴിഞ്ഞ വർഷം വരെയും അത് ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നതാണ്. അതാണ് ഈ വർഷം മുതൽ $15 പേ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ സാറ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് അവൾ ഷോക്ക്ഡ് ആയത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വൈ വാസ് ദ വിന്നിംഗ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇമ്പോർട്ടൻറ്റ് ടു മാർത്ത? സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കുക, അതിൽ വിൻ ചെയ്യുക, വിജയിക്കുക എന്നുള്ളത് മാർത്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു മാർത്ത ബിക്കോസ് ഇത് മാർത്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അവളുടെ 8 വർഷത്തെ കഠിനാധ്വാനവും പ്രതീക്ഷയുമാണ് ആ ജാക്കറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് മാർത്തയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. Why was the principal disturbed when Martha's grandfather refused to pay the money? ഗ്രാൻഡ് ഫാദർ $15 പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ സാർ ഡിസ്റ്റർബ്ഡ് ആയത്? ആൻസർ: The principal was disturbed when Martha's grandfather refused to pay the money. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ പൈസ പേ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി. ബിക്കോസ് then the jacket will have to given to someone else. അങ്ങനെയാണെങ്കിൽ ഈ ജാക്കറ്റ് മറ്റാർക്കെങ്കിലും നൽകേണ്ടി വരും. The principal knew full that Martha deserved it and he did not want to her to lose it. പ്രിൻസിപ്പലിന് നന്നായിട്ട് അറിയാം ഇതിന് ഏറ്റവും അർഹയായിട്ടുള്ള ആൾ മാർത്ത തന്നെയാണ്. അതുകൊണ്ട് അത് അവൾക്ക് കിട്ടാതെ പോകരുത് എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. The principal also know that, പ്രിൻസിപ്പലിന് മറ്റൊരു കാര്യം കൂടി അറിയാമായിരുന്നു. The grandfather's reasoning was right. ഗ്രാൻഡ് ഫാദർ പറയുന്ന കാരണം കൃത്യമാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്നും കൂടി പ്രിൻസിപ്പൽ സാറിന് അറിയാമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ഡസ് നോട്ട് ഹാവ് $15 ആസ് ഹി ഓൺസ് എ 200-acre ranch. അദ്ദേഹത്തിന് $15 ഇല്ല എന്നുള്ളതല്ലായിരുന്നു കാരണം അദ്ദേഹം 200 acres ഓഫ് റാഞ്ച്, 200 acre 200 ഏക്കർ കൃഷിയിടമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു $15 ഒരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വൈ ഡിഡ് ദ പ്രിൻസിപ്പൽ ചേഞ്ച് ഹിസ് മൈൻഡ്? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ദ പ്രിൻസിപ്പൽ വാസ് ആൻ ഓണസ്റ്റ് മാൻ. പ്രിൻസിപ്പൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനായ മനുഷ്യനാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ആൻഡ് ഹി നോ ദാറ്റ് മാർത്ത ഡിസേർവ് ദ ജാക്കറ്റ്. അതുപോലെ തന്നെ മാർത്തയാണ് പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ ഈ ജാക്കറ്റ് പ്രിൻസിപ്പൾ നൽകാൻ ഏറ്റവും നല്ല ആളെന്നുള്ളതും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി ഓൾസോ തോട്ട് ദാറ്റ്, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഓർത്തിരുന്നു. ബൈ മേക്കിംഗ് എ സ്റ്റുഡൻറ്റ് പേ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് വുഡ് നോട്ട് റിമെയിൻ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിമോർ. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പൈസ കൊടുത്ത് സ്കോളർഷിപ്പ് വാങ്ങുക എന്നുള്ളത് അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുന്നില്ല എന്നും കൂടി അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇറ്റ് വുഡ് ബി ലൈക്ക് എ ജാക്കറ്റ് ബോട്ട് ഇൻ ദ മാർക്കറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു ജാക്കറ്റ്, സാധാരണ ഒരു കടയിൽ പോയി ഒരു ജാക്കറ്റ് വാങ്ങിക്കുന്ന ഫീല് മാത്രമേ അതിനോടുണ്ടാവുകയുള്ളൂ. മോർ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുപരിയായിട്ട് ഹീ സിമ്പത്തൈസ്ഡ് വിത്ത് മാർത്ത. അദ്ദേഹത്തിന് മാർത്തയോട് വളരെയധികം സിമ്പതി തോന്നിയിരുന്നു. കാരണം എന്താണ്? മാർത്ത പാവം പെൺകുട്ടിയാണ്, വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ്, അത് അവൾക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പ്രിൻസിപ്പൽ സാറ് ഇങ്ങനെ വിചാരിക്കാൻ കാരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, so we have finished all the questions and answers. Now we are going to discuss the activities. നമ്മളിനി നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. പ്രിപ്പയർ ദ സ്പീച്ച് ആൻഡ് റെപ്രസെൻറ്റ് ബിഫോർ ദ ക്ലാസ്. അപ്പോൾ എന്താണ്?
മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റൊക്കെ കിട്ടിയതിന് ശേഷമുള്ള ഒരു സ്പീച്ചാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ സ്പീച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വിത്ത് ജോയ് ആൻഡ് സോറോ ഐ സ്റ്റാൻഡ് ഹിയർ. അപ്പോൾ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെ എല്ലാം റെസ്പെക്റ്റ് ചെയ്ത് അവൾ ആദ്യത്തെ വേർഡ്സ് സ്പീച്ച് ഓപ്പണിംഗ് ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെയും അതേപോലെ തന്നെ സങ്കടത്തോടും കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ജോയ് ബിക്കോസ് ഐ ഹാവ് പാസ്ഡ് ദ 8th grade. സന്തോഷം എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ 8ാം ക്ലാസ് പൂർത്തിയാക്കി. ആൻഡ് റിസീവ്ഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുകയും ചെയ്തു. സോറോ ബിക്കോസ് എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖം? ഐ ഹാവ് ടു ലീവ് ദിസ് സ്കൂൾ. ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകാനുള്ള സമയമായി, അതുകൊണ്ടാണ് എനിക്ക് ദുഃഖം. ആൻഡ് മൈ മിലൗഡ് ടീച്ചേഴ്സ് ദാറ്റ് ഹാവ് മെയ്ഡ് മീ, അതായത് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും, അതായത് അവരാണ് എന്നെ ഗ്രോ വൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ നല്ല ജ്ഞാനമുള്ളവരാക്കി, കഴിവുള്ളവരാക്കി, മിടുക്കിയാക്കി മാറ്റിയവർ. ആൻഡ് മൈ ഫ്രണ്ട്സ് വിത്ത് ഹൂം ഐ ഹാവ് സ്പെൻഡ് 8 years ഓഫ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ബാല്യകാലത്തിൻ്റെ 8 വർഷം ഞാൻ ചിലവഴിച്ച എൻ്റെ കൂട്ടുകാർ, അവരെല്ലാവരും വിട്ട് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഐ താങ്ക് ദ പ്രിൻസിപ്പൽ ആൻഡ് മൈ ടീച്ചേഴ്സ്. ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ സാറിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും നന്ദി പറയുകയാണ്. ആൻഡ് മൈ ക്ലാസ്മേറ്റ്സ്, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളോടും. ഹൂ ഹാവ് ഹെൽപ്ഡ് മീ ഇൻ ഗെറ്റിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. എന്നെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ എനിക്കിത് ലഭിക്കാൻ കാരണമായ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മൈ സിസ്റ്റർ ഹാഡ് ഏൺഡ് ഇറ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സിസ്റ്ററിനും ഇതേപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നൗ ഐ ആം ഗെറ്റിംഗ് ഇറ്റ്. ഇപ്പോൾ ഇത് എനിക്കും കിട്ടി. ആൻഡ് ഐ എം ഷുവർ മൈ ഫാമിലി മെമ്പേഴ്സ് വിൽ ബി പ്രൗഡ് ഓഫ് മീ. എനിക്ക് ഉറപ്പാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എന്നെ ഓർത്ത് അഭിമാനിക്കും. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി to especially thank my history teacher, Mr. Smith, who has helped me in the different ways. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള മിസ്റ്റർ സ്മിത്തിന് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം എന്നെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഹിം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ എന്നും അദ്ദേഹത്തെ നന്ദിയോടെ ഓർമ്മിക്കും. ബിഫോർ ഐ കൺക്ലൂഡ്, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റു കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ സജഷൻ. ഞാൻ ഒരു നിർദ്ദേശം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഇയർ ദ ബോർഡ് ഹാഡ് ഡിസൈഡഡ് ടു ചേഞ്ച് $15 ഫോർ ദ ജാക്കറ്റ്. ഈ വർഷം മുതൽ സ്കൂൾ ബോർഡ് ജാക്കറ്റിന് വേണ്ടി $15 ഏർപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഫോർച്യുനേറ്റ്ലി ഫോർ മീ ദ പ്രിൻസിപ്പൽ വാസ് കൈൻഡ് ടു മേക്ക് ആൻ എക്സെപ്ഷൻ. പക്ഷേ ഈ വർഷം ഭാഗ്യവശാൽ എനിക്ക് വേണ്ടി ഒരു എക്സെപ്ഷൻ ചെയ്യാനായിട്ട് പ്രിൻസിപ്പൽ സാറ് തയ്യാറാവുകയാണ് ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം ഗെറ്റിംഗ് ദിസ് ജാക്കറ്റ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഐ വാണ്ട് ടു സേ ടു എവ്രി വൺ കൺസേൺ ദാറ്റ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൽ നോട്ട് റിമെയിൻ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇഫ് വൺ ഹാസ് ടു പേ ഫോർ ഇറ്റ് ഈവൻ എ $1. അപ്പോൾ എനിക്കിതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി പൈസ മുടക്കിയാൽ, അതായത് ഒരു കുട്ടി സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് $1 എങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുകയില്ല എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. ഐ വൺസ് അഗെയിൻ താങ്ക് എവ്രി വൺ ഫോർ മേക്കിംഗ് മൈ സ്റ്റേ ഇൻ ദ സ്കൂൾ എ മെമ്മറബിൾ വൺ. എൻ്റെ ഈ സ്കൂളിലുള്ള ജീവിതം എന്ന് ഓർമ്മിക്കുന്നതിന് തുല്യമായിട്ട് മാറ്റിയ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഐ വിഷ് all my classmates a successful future. എൻ്റെ കൂട്ടത്തിൽ പഠിച്ച എൻ്റെ എല്ലാ സഹപാഠികൾക്കും കൂട്ടുകാർക്കും ഞാൻ സക്സസ്ഫുൾ ഫ്യൂച്ചർ, നല്ല ശോഭനമായൊരു ഭാവി ഞാൻ നേരുകയാണ്. എല്ലാ വിജയാശംസകളും എൻ്റെ കൂട്ടുകാർക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാർത്താവളുടെ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്പീച്ച് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. മേ ബി യു ക്യാൻ എക്സ്പെക്ട് എ സ്പീച്ച് ഇൻ യുവർ എക്സാമിനേഷൻ. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്കൊരു സ്പീച്ച് തയ്യാറാക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതും മാർത്തയുടെ തന്നെ സ്പീച്ച്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സ്പീച്ച് എഴുതാൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ദ മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു ചേഞ്ച് ദ പോളിസി റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ചുള്ള പോളിസി, അതിൻ്റെ നിലനിന്നിരിക്കുന്ന ആ പോളിസി അത് മാറ്റാനായിട്ട് സ്കൂൾ ബോർഡ് തീരുമാനിച്ചു.
ദ പ്രിൻസിപ്പൽ ഫീൽസ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി അബൌട്ട് ദിസ് ചേഞ്ച്. പ്രിൻസിപ്പലിന് ഈ ഇതിനോട് താല്പര്യമില്ല, ഇതിനോട് യോജിപ്പില്ല. ഹി എക്സ്പ്രസസ് ഹിസ് റിസെൻമെൻറ്റ് ഇൻ എ ലെറ്റർ ടു ദ മാനേജ്മെൻറ്റ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ അദ്ദേഹത്തിന് വിയോജിപ്പ് അദ്ദേഹത്തിന് അറിയിക്കണം. അപ്പം മാനേജ്മെൻറ്റിന് പ്രിൻസിപ്പൽ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ലെറ്ററാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മിസ്സിന് കൂടെ ലെറ്റർ വായിക്കാൻ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ. സ്കൂൾ ലെറ്റർ ഹെഡ്. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്നതാണ് സ്കൂൾ ലെറ്റർ ഹെഡ് എന്ന്. അപ്പം പ്രിൻസിപ്പൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും സ്കൂൾ ലെറ്റർ ഹെഡിലായിരിക്കും എഴുതാൻ സാധ്യത. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്. നമ്മൾ ടു അഡ്രസ് ഒക്കെ എഴുതും, ഡേറ്റ് എഴുതും, അത് കഴിഞ്ഞ് നമ്മൾ സല്യൂട്ടേഷൻ എഴുതും, അതിനുശേഷമാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ലെറ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. നമ്മുടെ അഡ്രസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ. ദ ചെയർമാൻ മാനേജ്മെൻറ്റ് ഓഫ് ദ ടെക്സസ് റൂറൽ സ്കൂൾ ടെക്സസ് 16 ജൂൺ 2016. ഈ ഇയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇയർ എഴുതാൻ കേട്ടോ. മിസ് ജസ്റ്റ് ഒരു ഇയർ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഡിയർ സാർ. സബ്ജക്റ്റ് ചാർജിങ് ഫീ ഫോർ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ലെറ്റർ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് എഴുതി പോകണം. ഐ ആം മച്ച് ഗ്രീവ്ഡ് അറ്റ് ദ ഡിസിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ടു ചേഞ്ച് എ ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അതീവ ദുഃഖമുണ്ട് മാനേജ്മെൻറ്റ് ഇതിൻ്റെ പേരിൽ ഒരു ഫീസ് ഈടാക്കാൻ തയ്യാറാകുന്നതിൽ. എ ഫീ ഓഫ് $15 ഫ്രം ദി സ്റ്റുഡൻറ്റ് ഹു ഈസ് എലിജിബിൾ ടു ഗെറ്റ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ള അർഹയായ കുട്ടിയിൽ നിന്നും $15 വാങ്ങിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അവർ സ്കൂൾ ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ 80 years. നമ്മുടെ സ്കൂളിന് 80 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. 80 വർഷമായി നമ്മുടെ സ്കൂള് തുടങ്ങിയിട്ട്. ആൻഡ് ഓൾ ദീസ് ഇയേഴ്സ് ദ ജാക്കറ്റ് വാസ് ഗിവൺ ഫ്രീ. ഈ 80 വർഷമായിട്ട് ഈ ജാക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുത്തു പോരുന്നത്. നൗ മേക്കിംഗ് എ സഡൻ ചേഞ്ച് ഇൻ ദ പോളിസി ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ മെനി റീസൺസ്. അപ്പം പെട്ടെന്ന് സ്കൂളിൻ്റെ പോളിസിയിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു മാറ്റം, അതും കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിക്കുന്ന ഒരു മാറ്റം, അത് അത്ര നല്ലതല്ല, അഡ്വൈസബിൾ അല്ല, സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ ബിഗ്ഗസ്റ്റ് റീസൺ ഈസ് ദാറ്റ്, അതിന് ഏറ്റവും വലിയ കാരണം എന്ന് തന്നെ പറയുന്നത്, ദ എലിജിബിൾ സ്റ്റുഡൻറ്റ് മേ ബി ഫ്രം എ പുവർ ഫാമിലി ആൻഡ് ഹി ഓർ ഷീ മേ നോട്ട് ബി ഏബിൾ ടു പേ ദി പേയ്മെൻറ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനുള്ള യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണം എന്ന് തന്നെ പറയുന്നത്, ഈ അർഹയായിരിക്കുന്ന കുട്ടി, അവനാണെങ്കിലും പെണ്ണാണെങ്കിലും, മേ ബി ഫ്രം എ പുവർ ഫാമിലി, വളരെ ദാരിദ്ര്യമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടിയാവാം. അങ്ങനെയാണെങ്കിൽ അവർക്കത് പേ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇത് തന്നെയാണ് ഞാൻ എതിർക്കുന്നതിനുള്ള പ്രധാന കാരണം. Thereby, the student will lose his or her chance to get the jacket. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ആ കുട്ടിക്ക് അത് കിട്ടാനുള്ള സാധ്യതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ദിസ് ഈസ് ഇൻജസ്റ്റിസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? അനീതിയാണ്. മണി ഷുഡ് നോട്ട് ബിക്കം എ ക്രൈറ്റീരിയൻ ഫോർ റിസീവിങ് സച്ച് ഓണേഴ്സ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ ഒരിക്കലും പണം ഒരു മുൻതൂക്കം നൽകി കണക്കാക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ്ലി, രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, ചാർജിങ് എ ഫീ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൽ റിഡ്യൂസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? പൈസ വാങ്ങിച്ചിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ മൂല്യം അത് സ്വയം നമ്മൾ തരം താഴുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഈ വൺ ഹാസ് ടു പേ എ ഫീ ഫോർ എ ജാക്കറ്റ്. അപ്പം ഒരാൾ ഒരു ജാക്കറ്റിന് വേണ്ടി അതൊരു പൈസ മുടക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വൺ അനദർ ജാക്കറ്റ് ബോട്ട് ഇൻ ദ മാർക്കറ്റ്. അപ്പം മാർക്കറ്റിൽ പോയി വേറെ ഏതെങ്കിലും ഒരു ജാക്കറ്റ് വാങ്ങിക്കുന്ന അതേ വില തന്നെ സ്കൂളിൽ നിന്നും ഈ ജാക്കറ്റ് വാങ്ങുമ്പോൾ ഫീൽ ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. Many of the teachers are against the decision of the management to change fee for the jacket. ഇവിടെയുള്ള ടീച്ചേഴ്സിലെ ഭൂരിഭാഗം ആളുകൾക്കും ഈ ജാക്കറ്റിൻ്റെ പേരിൽ പൈസ വാങ്ങുന്നതിൽ എതിർപ്പുണ്ട് എന്ന് പ്രിൻസിപ്പൽ പറയുകയാണ്. ഇറ്റ് ബ്രേക്സ് ആൻ ഓണറബിൾ ട്രഡീഷൻ സെറ്റ് ബൈ ദ സ്കൂൾ. ഈ സ്കൂളിനുണ്ടായിരുന്ന ഒരു നല്ല പാരമ്പര്യത്തെയാണ് അത് നശിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രിവെൻറ്റ്സ് പുവർ സ്റ്റുഡൻസ് ഫ്രം ഹാവിങ് ദ റിവാർഡ് ഫോർ ദെയർ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ നിരന്തരമായ കഠിനാധ്വാനം, അവർക്കത് കഠിനാധ്വാനം ചെയ്യാനുള്ള അവരുടെ കഴിവിനെ പോലും ഇത് നശിപ്പിച്ചു കളയും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പ്ലീസ് റീകൺസിഡർ ദ മാറ്റർ. അതുകൊണ്ട് ദയവായി വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കണം. ആൻഡ് വൺസ് അഗെയിൻ മേക്ക് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാട്ട് ഈസ് ആക്ച്വലി ഈസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ശരിക്കും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ച് കൊണ്ടുവരിക തന്നെ വേണം. താങ്ക് യു. യുവേഴ്സ് സിൻസിയർലി. ഇതൊരു സിഗ്നേച്ചർ ഇടുക. ദെൻ നെയിം, നമ്മുടെ ഡെസിഗ്നേഷൻ, എന്താണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത്, പ്രിൻസിപ്പൽ എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ മറക്കരുത്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അഡ്രസ്സ് കൊടുക്കണം,
ഡേറ്റ് ഇയർ ഒക്കെ കൊടുക്കണം, ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്നൊക്കെ ഉള്ള സല്യൂട്ടേഷൻ കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെക്കുറിച്ചാണ് ലെറ്റർ എഴുതാൻ തുടങ്ങിയിട്ട് വേണം നിങ്ങൾ ലെറ്റർ എഴുതണമെങ്കിൽ. ശേഷം അവസാനിക്കുമ്പോഴും എന്ത് ചെയ്യണം, ഇതുപോലെ അവസാന ഭാഗത്തും നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. മാർത്ത ഈസ് റിവാർഡഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബൈ ദ വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പം മാർത്തയ്ക്ക് ആരാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തത്? വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പൊസിഷനിലിരിക്കുന്ന ആളാണ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓഫ് ദി അവാർഡ് സെറമണി. അപ്പോൾ ഈ അവാർഡ് നൈറ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ അവാർഡ് സെറമണിയിൽ ഇതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട്, ഒരു വാർത്തയായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, പത്രവാർത്ത എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടെക്സസ് സ്ഥലം കൊടുത്തു, നമ്മൾ ഡേറ്റ് March 3 എന്നൊരു ഡേറ്റ് ഒക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ന്യൂസ് എഴുതുകയാണ്. ദ ടെക്സസ് റൂറൽ സ്കൂൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് awarded to Martha Stevenson, who has been scoring top grades in all the 8 years of her study there. എന്താണ്, ടെക്സസ് സ്കൂളിലെ മാർത്ത സ്റ്റീവൻസൺ എന്ന് പറയുന്ന കുട്ടി 8 വർഷമായി പഠനത്തിന് മികവ് പുലർത്തുകയും അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹോണർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. Presenting the scholarship jacket, Mr. Bill Mason, Vice Chancellor of the University of Texas, said that അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ചാൻസലർ, വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ ബിൽ മെയ്സൺ ഇങ്ങനെയാണ് പറഞ്ഞത്. മാർത്ത ഷുഡ് ബി മെയ്ഡ് എ റോൾ മോഡൽ ബൈ ഓൾ ദി സ്റ്റുഡൻസ്. മാർത്ത മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല മാതൃകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓൾദോ കമ്മിങ് ഫ്രം എ പുവർ ഫാമിലി, അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എങ്കിൽ പോലും മാർത്ത ഹാസ് ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ ടോപ്പ് ഗ്രേഡ്സ് ത്രൂ ഔട്ട് ഹർ സ്റ്റഡി ഇൻ ദ സ്കൂൾ. അവൾ സ്കൂളിൽ പഠിച്ചിടത്തോളം കാലം അവളുടെ പഠനത്തിനുള്ള മികവ്, കഴിവ് തെളിയിക്കാനായിട്ട് അവൾ പരിശ്രമിച്ചു. ഹി വിഷ്ഡ് ഹെർ ടു കണ്ടിന്യൂ വർക്ക് ഹാർഡ് സോ ദാറ്റ് ഷീ ക്യാൻ റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻ ലൈഫ്. അപ്പം അദ്ദേഹം അവളോട് പറഞ്ഞു, തുടർന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് നന്നായി പഠിക്കുക, അപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് അവൾക്ക് സാധിക്കും. The board had decided to charge a fee of $15 for the scholarship jacket. സ്കൂൾ ബോർഡ് $15 പേ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. ബട്ട് ദ പ്രിൻസിപ്പൽ മെയ്ഡ് ആൻ എക്സെപ്ഷൻ ഇൻ ദ കേസ് ഓഫ് മാർത്ത. പക്ഷേ പ്രിൻസിപ്പൽ സാറിൻ്റെ എക്സെപ്ഷൻ കൊടുത്തത് കൊണ്ട് മാർത്തയ്ക്ക് ഒരു ഇളവ് കിട്ടി. കൺസിഡറിങ് ഹെർ മെറിറ്റ് ത്രൂ ഔട്ട് ഹെർ സ്റ്റഡി ഇൻ സ്കൂൾ. അവൾ സ്കൂളിൽ ഉണ്ടായിരുന്നിടത്തോളം നാൾ അവൾ കാണിച്ച പഠന മികവിനെ വിലയിരുത്തി അവൾക്കൊരു എക്സെപ്ഷൻ കൊടുക്കുകയാണ് ഉണ്ടായത്. വെൻ ഷീ ആസ്ക്ഡ് വാട്ട് ഹർ ഫ്യൂച്ചർ പ്ലാൻ വാസ്, അവളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാർത്ത സെഡ്, മാർത്ത ഇങ്ങനെയാണ് പറഞ്ഞത്, ഷീ വുഡ് സ്റ്റഡി ലോ ആസ് ഷീ വാണ്ടഡ് ടു ബിക്കം എ സോളിസിറ്റർ. അവൾക്ക് ലോ പഠിച്ചതിന് ശേഷം, നിയമം പഠിച്ചതിന് ശേഷം ഷീ വോണ്ട് ടു ബിക്കം എ സോളിസിറ്റർ. എന്താണ് സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ? അഡ്വക്കേറ്റ് ആവുക, വക്കീലാവുക. ഓക്കെ, സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വക്കീലാവുക, ഒരു പ്രൊഫഷനാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ പ്രൊഫഷണലി അവൾക്കൊരു വക്കീലാവാനാണ്, ലോ പഠിച്ച് വക്കീലാവാനാണ് ആഗ്രഹം എന്നാണ് മാർത്ത പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കണം കേട്ടോ. നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് ഓർമ്മ നോക്കാം. നമ്മൾ എന്താണ് പഠിച്ചത്? മാർത്തയുടെ സ്റ്റോറി ആയിരുന്നു പഠിച്ചത് അല്ലേ? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അതായിരുന്നു നമ്മുടെ സ്റ്റോറിയുടെ പേര്. ഓക്കെ, മാർത്ത സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി എന്തൊക്കെ ഹാർഡ്ഷിപ്സ്, അവൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായത്, എങ്ങനെയാണ് അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവസാനം നേടിയെടുത്തത് അല്ലേ? മറ്റുള്ളവർക്ക് കൂടി സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന രീതിയിലുള്ള നല്ല കൺക്ലൂഷൻ ആയിരുന്നു നമ്മുടെ സ്റ്റോറിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ്, ലെറ്റർ എഴുതാൻ, ന്യൂസ് റിപ്പോർട്ട് എഴുതാനായിട്ട്. ഓക്കെ, അതൊന്നും ആരും മറന്നു പോകാൻ പാടില്ല. സ്റ്റോറി നന്നായിട്ട് പഠിക്കുക. We'll see you in next class with a wonderful class. Okay, till then, okay, bye bye.